ഹലോ ഓൾ, നമ്മുടെ DTS7 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുറച്ച് ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് തോന്നിയോ? സോ എനിവേ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇതൊരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്, നമുക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 4 ആണ്. ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. ഡിപ്പെൻഡ്സ് അപ്പോൺ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ പഠിച്ചതാണ്. Okay, so moving on to our next question. Two particles A and B of mass 1 and 4 respectively approach each other due to gravitational forces. Then a force acceleration ratio ആണ് ചോദിച്ചിരിക്കുന്നത്. I know acceleration is equal to F by m ആണ്. Both the particles are experiencing same force ആണ്, because അവർ രണ്ടുപേരും mutual gravitational force ആണല്ലോ. So I can write A1 can be written as F by 1 ഉം A2 can be written as F by 4 ആയിരിക്കും. So while taking the ratio of acceleration of A to B will be, we will get the answer as 4 by 1. 1 by 4 അല്ല കേട്ടോ, F by 1 divided by F by 4 വരെ. F cancel ആവും, 4:1 എന്നായിരിക്കും ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ. So moving on to third question, radius of gyration of a hollow sphere, radius r കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം, ബിക്കോസ് ഏതോ ഒരു ആക്സിസിൻ്റെയാണ് തന്നിരിക്കുന്നത്. ഏതോ ഒരു ആക്സിസിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് ആക്സിസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ ക്യാൻ റൈറ്റ് as റിട്ടൺ as mr² എന്ന് എഴുതാം. ആൻഡ് ഹോളോ സ്ഫിയർ ആണ്. ഹോളോ സ്ഫിയറിൻ്റെ ഐ നോ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ICM ഈസ് ഈക്വൽ ടു 2/3 mr² ആണ്, പ്ലസ് md² എന്ന് എഴുതാം. While solving the equation, ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ we will get the equation or d is equal to r/√3. പാരലൽ ആക്സിസ് തിയറമാണ് ഇവിടെ വരുന്നത്. Okay. So moving on to next question, a vessel is placed on the top of a lift or elevator. So when it is moving up, velocity acceleration increase ചെയ്യും. So when acceleration increase ചെയ്യുമ്പോൾ what happen to pressure എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഷറിന് ഇൻക്രീസ് ഉണ്ടാവും. എത്ര ഇൻക്രീസ് ഉണ്ടാവും? ഇനിഷ്യൽ പ്രഷർ h rho ചെയ്യുക. So the increase in pressure will be h rho into A വരും. So the answer will be option 1 ആയിരിക്കും. Increase in pressure ആണ്. So answer will be option 1. Then change in potential energy ആണ്. Change in potential energy, we know the equation mgh divided by 1 plus h by r, direct substitution, and we will get the answer option 3. So moving on to next question, fractional change in volume of a glass slab ആണ്. hydraulic pressure ആണ്. bulk modulus കൊടുത്തിട്ടുണ്ട്. So I know bulk modulus is equal to P divided by delta V by V. So rearranging we will get delta V by V calculate ചെയ്തെടുക്കാം. So which is equal to 0.003 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മൂവിങ് ഓൺ, എ റിജിഡ് ബോഡി ട്രാൻസ്ലേഷണൽ ആസ് വെൽ ആസ് റൊട്ടേഷണൽ മോഷൻ ഒക്കെ പറ്റും വെൻ എ ഫോഴ്സ് ഓഫ് കപ്പിൾ ഈസ് അപ്ലൈഡ്. കപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ ലൈക്ക് വി നോ സ്റ്റിയറിംഗിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കപ്പിൾ അല്ലേ. സോ കപ്പിൾ ക്യാൻ ക്രിയേറ്റ് സം റൊട്ടേഷണൽ ഇഫക്റ്റ്. സോ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി, ആംഗുലർ മൊമെൻറ്റോ എല്ലാം ചേഞ്ച് ചെയ്യും. സോ ദ ആൻസർ വിൽ ബി അവർ ഓപ്ഷൻ 2. Then next question, like ഏത് റിലേഷൻ ആണ് കറക്റ്റ് എന്ന്, ഫോളോയിങ് ദ റിലേഷൻ വിച്ച് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഐ നോ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. സോ ഐ നോ ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ആർ ആൻഡ് എഫ് ആണ്. ദെൻ ടേക്കിംഗ് ദെയർ ഡോട്ട് പ്രോഡക്റ്റ്, ആറിൻ്റെയും എഫിൻ്റെയും കൂടെ, ടോയുടെയും എഫിൻ്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിവേ ദേ ആർ പെർപെൻഡിക്കുലർ. സോ cos 90 വരും അല്ലേ. സോ cos 90 is 0. സോ അങ്ങനെയാണ് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്, തേർഡ് ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദീസ് എന്നാണ് ആൻസർ വരിക. നമുക്കെല്ലാം കറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻറ്റർ ഓഫ് മാസ് പറയുന്നുണ്ട്. സെൻറ്റർ ഓഫ് മാസ് നമ്മൾ പറയും ടോട്ടൽ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ എന്ന് പറയും. അതുകൂടാതെ നിങ്ങൾക്ക് പറയാം എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ടോർക്ക് എങ്ങനെയായിരിക്കും, ഓർ മൊമെൻറ്റ് സം ഓഫ് മാസ് മൊമെൻറ്റ്സ് ഓഫ് ഓൾ ദ പാർട്ടിക്കിൾ എബൌട്ട് ദ ഒറിജിൻ മസ്റ്റ് ബി 0 ആയിരിക്കും. ഓപ്ഷൻ 4. 10th question, a particle of mass m moving with a velocity v along ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. സോ ക്യാൻ യു പ്ലോട്ട് ദ ലൈൻ ആക്ച്വലി. സോ എക്സിനും വൈക്കും ഇനിഷ്യലി ഞാൻ സപ്പോസ് എക്സ് 0 എന്ന് എടുത്തു. എക്സ് 0 ആണ്, നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. എക്സ് 0 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ ഐ ക്യാൻ മാർക്ക് ദ പോയിന്റ്. എക്സ് 0 ആണ്, y 4. ഈവൻ y ഈസ് ഈക്വൽ ടു 0 ആണ്, ഐ വിൽ ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. സോ ഇതായിരിക്കും അതിലെ 2 പോയിന്റ്സ്. ജസ്റ്റ് 2 പോയിന്റ്സ് ഐ ക്യാൻ ഫൈൻഡ്. ആൻഡ് ഇങ്ങനെയായിരിക്കും നമ്മുടെ ലൈൻ ഇരിക്കുക. സോ ഈ ഡിസ്റ്റൻസ് 4 ആയിരിക്കും, ഇതും 4 ആയിരിക്കും. ഇത് 2 4 ആണ്. ദിസ് വിൽ ബി √4² + 4² എന്ന് വരും. സോ 2√14 ഓർ 32 √32 വരും അല്ലേ. √32 എന്ന് പറയുമ്പോൾ ഐ എം ഗെറ്റിംഗ് 4√2 എന്ന് വരും.
ഓക്കെ, ആൻഡ് അതിൻ്റെ ഹാഫ് ആയിരിക്കും 2√2. എനിക്ക് വേണ്ടത് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഓൾസോ ഫ്രം ദിസ് ട്രയാങ്കിൾ ഇഫ് ഐ എം യൂസിങ് പൈതഗോറസ് തിയറം ഐ ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. ഇത്ര ട്രയാങ്കിൾ, ഓക്കെ. സോ ഇഫ് ഐ എം ടേക്കിംഗ് ദ പൈതഗോറസ് തിയറം, ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് ആ ഡിസ്റ്റൻസ്, ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചെടുക്കാം. അങ്ങനെ എനിക്കത് 2√2 എന്ന് കിട്ടും. യൂസിങ് ദ റൈറ്റ് ഹാൻഡ് റൂൾ ഐ എം ഗെറ്റിംഗ് -k ഡിറക്ഷൻ ആയിരിക്കും, ഇൻ ടു ദ സ്ക്രീൻ ആയിരിക്കും വരിക. സോ ദ ആൻസർ വിൽ ബി അവർ ഓപ്ഷൻ 2. ഓക്കെ, സോ മൂവിങ് ഓൺ ടു 11th ക്വസ്റ്റ്യൻ. 2 സോപ്പ് ബബിൾസ് റേഡിയസ് കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ്, ഐ മീൻ ടെമ്പറേച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല, ടെമ്പറേച്ചറിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഐസോതെർമൽ പ്രോസസ് ആണെന്നും പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ R is equal to R1 R2 divided by R1 minus R2. So direct substitution, you will get the answer as 12. Okay. So moving on to 12th question, our load of wire increases, then the new value of Young's modulus ആണ്. Young's modulus does not depend upon load, നെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. It depends upon material temperature ഒക്കെയാണ് നമുക്കറിയാം. So the answer will be option 2. And 13th question, terminal velocity ആണ്. Terminal velocity I know Vt is equal to 2/9 eta r square g into rho minus sigma ആണ്. So r square ന് directly proportional ആണ്. So our answer will be directly proportional to square of radius, option 2. So next question, not an application of Pascal's law. നമുക്കറിയാം ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക് എല്ലാം പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്, അല്ലാത്തത് വെഞ്ചുറിമീറ്റർ ആണ്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഗിവൺ അബൌട്ട് എ ഹിഞ്ച്ഡ് എൻഡ് ആണ്. സോ ഹിഞ്ച്ഡ് എൻഡിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിൽ ബി മിനിമം. സോ di/dx ഈക്വൽ ടു 0. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ മിനിമം ആണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് യു ക്യാൻ ഇക്വേറ്റ് ടു 0. സോ ഐ എം ഗെറ്റിംഗ് x ഈസ് ഈക്വൽ ടു നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. So moving on, next question, force required to break the wire ആണ്. So I am using y is equal to FL divided by A delta L. നമ്മുടെ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാണ്, FL by A delta L തന്നെ യൂസ് ചെയ്യാണ്. ഫ്രം ദെയർ ഐ ക്യാൻ കാൽക്കുലേറ്റ് F. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് റിക്വയർഡ് ടു ബ്രേക്ക് ദ വയർ ട്വൈസ് ദ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഡബിൾ ആകുമ്പോൾ ഏരിയ ബിക്കം 4 ടൈംസ് ആവും. സോ 4 into 2 എന്ന് വരുമ്പോൾ 8 കിട്ടും. സോ ആൻഡ് ഐ എം ഗെറ്റിംഗ് ഓപ്ഷൻ 3, 800 എന്ന് ആൻസർ കിട്ടും. So next question, find the potential at the surface of earth is taken as 0. Calculate the potential at the center of earth എന്ന് പറഞ്ഞിരിക്കുന്നത്. So we know that center of center of earth potential equal to -3/2 into gm by r, -3/2 into gm by r, and on the surface potential is -gm by r. So whatever happens, എനിക്ക് 0 എന്നൊക്കെ എടുക്കാൻ പറ്റും, സർഫസിൽ 0 എന്ന് എടുത്തോ കുഴപ്പമൊന്നുമില്ല, ബട്ട് ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ മസ്റ്റ് ബി സെയിം. സോ ഈ വി സി മൈനസ് വി എസ് എന്നുള്ള അവരുടെ ഡിഫറൻസ്, സോ -3/2 gm by r മൈനസ് പ്ലസ് gm by r. സോ ഐ എം ഗെറ്റിംഗ് ദിസ് as, സോ നമുക്കിതൊരു -2 -3, സോ -gm by 2r എന്ന് കിട്ടും അല്ലേ. ആൻഡ് ദിസ് വാല്യൂ എങ്ങനെ നിങ്ങൾ എടുത്താലും ഈ വാല്യൂ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം. സപ്പോസ് സെക്കൻഡ് കേസിൽ ഇവർ പറയുന്നുണ്ട് സർഫസിലെ 0 എന്ന് എടുത്തോളാൻ പറയുന്നുണ്ട്. സോ വി സി മൈനസ് വി എസ് ഡാഷ് മസ്റ്റ് ബി ഈക്വൽ ടു -gm by 2r എന്ന് തന്നെ കിട്ടണം. സോ അത് തന്നെ കിട്ടണമെങ്കിൽ വി സി എന്നുള്ളത് സർഫസ്, യു ക്യാൻ ടേക്ക് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത് യു വിൽ ഗെറ്റ് എസ് -gm by 2r എന്ന് തന്നെ കിട്ടും, ബിക്കോസ് ഈ വി എസ് ഡാഷ് 0 എന്ന് എടുത്തോളാൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ 1 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വാട്ടർ ഫ്ലോസ് ത്രൂ എ പൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കേസിൽ യു ക്യാൻ യൂസ്, ഒരു പോയിന്റിൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷനും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റിൽ ക്രോസ് സെക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഏരിയ കൊടുത്തിട്ടുള്ളൂ. സോ യു ക്യാൻ ഫൈൻഡ് ദെയർ വെലോസിറ്റി ഇൻ ദ സെക്കൻഡ് റീജിയൻ യു ക്യാൻ ഫൈൻഡ് യൂസിങ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂസ് ചെയ്ത് യു ക്യാൻ ഫൈൻഡ് ദ വെലോസിറ്റി V2. യു ക്യാൻ യൂസ് A1 V1 ഈക്വൽ ടു A2 V2. And after getting V2, you can use Bernoulli's principle, P1 plus half rho V1 square equal to P2 plus half rho V2 square. Use either rearrange either, you can find the value of P2, and value of P2 will be 3.4 into 10 to the power 4 ആയിരിക്കും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. വാട്ടർ ആണ്, ഡെൻസിറ്റി 10 to the power 3 എടുക്കുക. മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി ആണ്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ നമ്മൾ കുറച്ച് ഇക്വേഷൻ, ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം പഠിച്ചിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് ഇക്വേഷൻ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം ഉണ്ടല്ലോ, പിന്നെന്താണ് 3ഉം 2ഉം ഒന്നും ആൻസർ വരാത്തതെന്ന് തിങ്ക് ചെയ്യും. ആ കേസിലെല്ലാം ലൈക്ക് ഇഫ് ഐ എം റൈറ്റിംഗ് ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം പൊട്ടൻഷ്യൽ എനർജി, I can write as half stress into energy density
ഡെൻസിറ്റി ആണ്, ഐ ക്യാൻ റൈറ്റ് ഡയറക്ട്ലി സ്ട്രെസ് ഇൻ ടു സ്ട്രെയിൻ എന്ന് എഴുതാം, റൈറ്റ്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ബോത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, രണ്ടിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ലേ. ബട്ട് ഇഫ് ഐ എം റൈറ്റിംഗ് എനി ഓഫ് ദിസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് യങ്സ് മോഡുലസ് ആണെങ്കിൽ പിന്നെ ആ യങ്സ് മോഡുലസ് എനിവേ കോൺസ്റ്റൻ്റാ, സ്ട്രെസ്സിനെയോ സ്ട്രെയിനെയോ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് സെക്കൻഡും തേർഡും ആൻസർ വരാത്തത്. മനസ്സിലായോ? സെക്കൻഡും തേർഡും നിങ്ങളിപ്പോൾ ഈ ഇക്വേഷൻ നോക്കി ആ ശരിയാണല്ലോ, സ്ട്രെസ്സിനും പ്രപ്പോർഷണൽ ആ സ്ട്രെയിനും പ്രപ്പോർഷണലാന്ന് എഴുതാൻ പറ്റില്ല, ബിക്കോസ് ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ പ്രപ്പോർഷണൽ ടു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡെപ്ത് ദ സർഫസ് ഏരിയ സീസ് റബ്ബർ. സോ ഇത് നമ്മുടെ ബൾക്ക് മോഡുലസിൻ്റെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ബൾക്ക് മോഡുലസ് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു പി ബൈ ഡെൽറ്റ വി ബൈ വി. യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദ ആൻസർ. ഓപ്ഷൻ 3 കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു ഡൗട്ടും ഇല്ല. Moving on to our next question, assume that force is proportional to 1 by gravitational force. I know G m1 m2 divided by, or I can write earth anengil G mm by r square. Yeah, I know gravitational force F is equal to G mm divided by r square എന്നാണ്. And this gravitational force is proportional to 1 by r എന്ന് തന്നിട്ടുണ്ട്. Then the orbital speed of a satellite ആണ് ചോദിച്ചിരിക്കുന്നത്. So orbital speed, I know orbital speed is equal to root of gm divided by r ആണ്. So I know from this r square പോയി, from this first statement I am getting gm proportional to r എന്ന് കിട്ടും. So in this equation gm r ന് proportional divided by r ആണ്, I am getting r raised to 0 എന്ന് കിട്ടും അല്ലെ. രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻറ്റ് ഓഫ് r എന്ന് കിട്ടും. ഓപ്ഷൻ 1. So next question, ഇത് നമ്മുടെ യങ്സ് മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ ഓഫ് യങ്സ് മോഡുലസ് ഡയറക്ട്ലി. y ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ. ഓക്കെ, വയർ ഓഫ് സെയിം മെറ്റീരിയൽ ആണ്. സോ y സെയിം ആണ്, വോളിയം ബട്ട് 50% ലാർജർ ഇൻ ലെങ്ത്. സോ എൽ ഡാഷ് എന്ന് പറയുന്നത് 50% ലാർജർ എന്ന് പറയുമ്പോഴേക്കും 1 + 1/2 3/2 വരും അല്ലെ, 3/2 എൽ വരും. 3/2 എൽ വരുവാണെങ്കിൽ യു ക്യാൻ യൂസ് വോളിയം കോൺസ്റ്റൻ്റ് അല്ലേടാ. സോ യു ക്യാൻ യൂസ് A1 L1 ഈക്വൽ ടു 8 to L2 ആയിരിക്കും, വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഫ്രം ദിസ് യു ക്യാൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏരിയയുടെ കണ്ടുപിടിക്കാം. സോ ഏരിയ ഐ തിങ്ക് പ്രപ്പോർഷണൽ ടു 2/3 L ആയിരിക്കും. ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ഓപ്ഷൻ 1 കിട്ടും. മനസ്സിലായോ? ജസ്റ്റ് ഏരിയയ്ക്ക് ലെങ്ത്തിനും ഏരിയയും ഡയറക്ട്ലി ലൈക്ക് വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. A1 L1 ഈക്വൽ ടു 8 to L2 ആയിരിക്കും. സോ ലെങ്ത് ഇത്ര ഇൻക്രീസ് ചെയ്യാൽ ഏരിയയ്ക്ക് അത്ര ഡിക്രീസ്, അതെങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നെറ്റ് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഒരുപാട് തവണ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ വൈൽ കാൽക്കുലേറ്റിംഗ് ഓരോ ഫോഴ്സിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമ്പോണൻസ് എടുക്കുക. സോ ദിസ് വൺ ഒരെണ്ണം 70 sin theta 70 cos theta എടുക്കുക. സിമിലർ ടു ദാറ്റ് എല്ലാം ആഡ് ചെയ്യുക. നെറ്റ് ടോർക്ക് യു വിൽ ഗെറ്റ് എസ് 90 എന്ന് കിട്ടും, ഡയറക്റ്റ് ആണ്. ദെൻ 24th ക്വസ്റ്റ്യൻ, എ വുഡൻ ബ്ലോക്ക് വെയിറ്റ് 10 in എയർ ആണ്, 8 in വാട്ടർ ആണ്, വാട്ടർ ഓർ എനി ലിക്വിഡ്. സോ ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഡിഫറൻസ് ആയിരിക്കും, റൈറ്റ്. ആ ഡിഫറൻസ് എന്ന് പറയുന്ന ഫോഴ്സ് ഓഫ് ബോയിൻസി വിൽ ബി 2 ആയിരിക്കും. ഈ കേസിൽ ആ ഡിഫറൻസ് ഇൻ അവരുടെ വെയിറ്റ് മെഷർ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് നമ്മുടെ ബോയിൻ ഫോഴ്സ് ഓർ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ യൂണിഫോം സോളിഡ് സ്ഫിയർ ഓഫ് മാസ് m ആണ്. ഇൻസൈഡ് ദാറ്റ് വി ആർ മേക്കിംഗ് എ ക്യാവിറ്റി. ആ ക്യാവിറ്റിയുടെ ഉള്ളിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിൽ ബി യൂണിഫോം ആയിരിക്കും. ഇതേ സെയിം റിസൾട്ട് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇഫ് ഐ ഹാവ് എ ചാർജ്ഡ് മെറ്റാലിക് സ്ഫിയർ, അതിനുള്ളിൽ നമ്മളൊരു ക്യാവിറ്റി ഉണ്ടാക്കുന്നു, ആ ക്യാവിറ്റിയുടെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡൊക്കെ പറഞ്ഞ് നമ്മൾ ഇതേ സെയിം പാറ്റേണിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. സോ ഐ എം ഗെറ്റിംഗ് ഓപ്ഷൻ 1. 26 is sticky stone and it is moving a parabolic path ആണ്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സ്റ്റിക്ക് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ എന്നാ കേസ് വന്നാലും ഇറ്റ് വിൽ ഫോളോ all cases it will follow the same parabolic path ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, if there is no external force acting on the system, angular momentum will be conserved ആയിരിക്കും. So next question, ഇത് നമ്മുടെ യങ്സ് മോഡുലസ് റിലേറ്റഡ് ആണ്. സോ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ. ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് ദ വയർ ബിക്കം 1.001 ടൈംസ് ദ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഫൈൻഡ് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു, എടാ ഒറിജിനൽ ലെങ്ത് എൽ ആണെന്ന്, ഇനിഷ്യൽ ലെങ്ത് എൽ ആണെന്ന് എടുക്കുക. സോ എൽ ഡാഷ് എന്ന് പറയുന്നത് ആ എക്സ്റ്റെൻഡഡ് ലെങ്ത് ആണ് 1.001 എന്ന് കൊടുത്തിരിക്കുന്നത്, 1 ടൈംസ് എൽ. So the difference will be 0.001 L ആണ് കിട്ടുക, അല്ലെ 0.001 ആണ്. From that you will get the answer as option 2. Yeah, moving on to next question. Moment of inertia of a half disc or semi disc ആണ് ചോദിച്ചിരിക്കുക. ഈ കേസിലെ moment of inertia നോർമൽ ഡിസ്ക്
ഡിസ്ക് ആണ് mr²/2 ആണ്, ഇത് സെമി ആണ്. സോ mr²/4 ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയിന്റ് മാസ് m ഈസ് ലൊക്കേറ്റഡ് അറ്റ് 0a. നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 2m മാസ് ഈസ് കെപ്റ്റ് സോ ദാറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ലൈസ് അറ്റ് ദ ഒറിജിൻ ആണ്. സോ യു ക്യാൻ ഡയറക്ട്ലി യൂസ് എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, and y of center of mass is equal to m1y1 plus m2y2 divided by m1 plus m2. Equation direct use ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ you will get the answer as option 1 കിട്ടും. ഓക്കെ, എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് 0 എന്ന് കിട്ടും. എക്സ് കോർഡിനേറ്റ് എനിവേ 0 ആണല്ലോ, അവർ 0 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. സെൻറ്റർ ഓഫ് മാസ് ലൈസ് അറ്റ് ദ ഒറിജിൻ എന്നല്ലേ പറഞ്ഞത്. എക്സും വൈയും, വൈ സെൻറ്റർ ഓഫ് മാസ് ഒറിജിൻ ആണ്, 0 കൊടുക്കുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈ കോർഡിനേറ്റ് ഓഫ് 2m കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, ആർ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ബൈ ടേക്കിംഗ് അവർ ആർ ക്രോസ് എഫ്. ടോർക്ക് അല്ലേ ചോദിച്ചിരിക്കുക, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ആർ ഈസ് ദ റേഡിയസ് വെക്ടർ ആണ്. സോ ഡിഫറൻസ് എടുക്കുക. ആർ ക്രോസ് എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് മെട്രിക്സ് ഫോം i/j/k, ഇവരുടെ കോർഡിനേറ്റ് സിസ്റ്റം എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ഓപ്ഷൻ 3. ഓക്കെ, so next question 31 question പറയുന്ന moment of inertia of a thin uniform rod of mass m perpendicular to its length എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു റോഡ് ഉണ്ട്, പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് ഏതോ ഒരു ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ml²/10 എന്ന് തന്നിരിക്കാം. സോ ഐ നോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെൻറ്റർ ആണെങ്കിൽ വി നോ ml²/12 ആണ്. സോ ഇവിടെ നമുക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. ഐ നോ ml²/12 10 ഈസ് ഈക്വൽ ടു ml²/12 പ്ലസ് md² എടുക്കാം. ഫ്രം ദെയർ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്. ഇതാണ് d എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഇവിടുന്ന് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് d. കറക്റ്റ് അല്ലേ? ഓപ്ഷൻ 3. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ഒബ്ജക്റ്റ് ഓഫ് മാസ് m and 2m ആർ ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആണ്, ഇനിഷ്യലി അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ്. ദേ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ അണ്ടർ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദെൻ ദി അറ്റ് എ സെപ്പറേഷൻ d ദെയർ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുക. So initially you can find there, you can use conservation of momentum. Conservation of momentum use ചെയ്യാം. Total initial momentum, conservation of momentum use ചെയ്യുമ്പോൾ total initial momentum 0 ആയി, ഇവർ ഇനിഷ്യലി റെസ്റ്റിലല്ലേ. So you can use m1 u1 plus m2 u2, that 0 ആണ് ഇനിഷ്യലി, ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 യൂസ് ചെയ്തിട്ട് ഈ v1നും v2നും ഒരു റിലേഷൻ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 0 ആണ്, ബിക്കോസ് ഇനിഷ്യൽ വെലോസിറ്റി ഒക്കെ 0 ആണ്. So from there you will get a relation of v1 and v2. v1ൻ്റെ v2ൻ്റെ ഒരു റിലേഷൻ കിട്ടും. Then you can use the conservation of energy. Energy conservation യൂസ് ചെയ്യാം. എനർജി കൺസർവേഷൻ യൂസ് ചെയ്യാം. ഇനിഷ്യലി എനർജി എത്ര, ഇവരുടെ ടോട്ടൽ എനർജി. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇനിഷ്യൽ ടോട്ടൽ എനർജി പ്ലസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. So initially ഇവരുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഒക്കെ 0 ആണ്. ഫ്രം ദിസ് റിലേഷൻ യു ക്യാൻ ഫൈൻഡ് ദി വെലോസിറ്റി. കൈനറ്റിക് എനർജി ½ mv² യൂസ് ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജിക്ക് -gmm/r യൂസ് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ. ഓക്കെ, ആൻസർ ആസ് ഓപ്ഷൻ 1 ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്രസിബിലിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. ഡയറക്റ്റ് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദ പ്രഷർ ആണ്. സോ വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ആണ്, സോ എനിവേ പ്രഷർ അറ്റ് P2n വിൽ ബി ഗ്രേറ്റർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എല്ലാവർക്കും അറിയാം, ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ബെർണോലീസ് പ്രിൻസിപ്പൽ കൺസർവേഷൻ ഓഫ് എനർജി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേരീസ് ഇൻവേഴ്സ്ലി as 4th power of distance എന്ന് തന്നിട്ടുണ്ട്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഐ നോ F is equal to mm divided by mm divided by r square, which is proportional to 4th power of distance എന്ന് തന്നിട്ടുണ്ട്. സോ ഇവരെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/r² എന്ന് കിട്ടി. ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ t ഈസ് ഈക്വൽ ടു 2π × √r³ gm എന്ന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഫ്രം ദ ഫസ്റ്റ് റിലേഷൻ ക്യാൻ യു ഫൈൻഡ് വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് gm ഉം r ഉം തമ്മിലുള്ള റിലേഷൻ എന്താ? ഫ്രം ദ ഫസ്റ്റ് വൺ, gm ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r² ആണല്ലേ. So I can use 2π × √r³ divided by gm. I can write as 1/r². So I am getting 2π × or proportional to r √r⁵ എന്ന് വരും. So proportional to r⁵5/2 വരും, ഓപ്ഷൻ 3.
So next question, a boy is standing on a stationary boat in a pond and so when he moves, what happens? Center of mass change undavo illa, center of mass of the system remains stationary because aalu move cheyana, adu internal forces aanu nammal padichittulladaanu. Next question, so a whale is initially at rest aanu, uniform angular acceleration idingane move cheyana, so you can use theta 1 is equal to nammada s is equal to ut plus half at square equation, theta 1 is equal to half alpha t1 square, and theta 1 plus theta 2 is equal to half alpha into t1 plus t2 square. So from this solving you will get the answer as 3:1. Okay, le. So our next question, 2 point masses 2 and 4 kg separated by a distance are keeping the distance fixed ആണ്. How much mass should be transferred from 4 to 2? ഇതൊക്കെ നമുക്ക് ആ മൊമെൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ദേ ഹാവ് ഗിവൺ എ ക്വസ്റ്റ്യൻ 2 kg 4 kg പ്ലേസ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് 4 kg എന്നൊരു എക്സ് മാസ് റിമൂവ് ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് ടു 2 kg ആഡ് ചെയ്തു. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴാണ് മാക്സിമം ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഐ നോ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2, ഇവരെ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ അല്ലേ, 2 + x 4 - x ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഡിസ്റ്റൻസിനൊന്നും റിലേഷൻ ഇല്ല, കോൺസ്റ്റൻ്റ് ആണെന്ന് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് ഐ എം ഓൺലി ടേക്കിംഗ് ദാറ്റ് എക്സ് ടേംസ് 2 8 - 2x + 4x - x സ്ക്വയർ എന്ന് വരും. ഇതാ ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ മാക്സിമം ആവുന്ന അല്ലെ മിനിമം ആവുന്ന അതിനോ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിൽ ബി 0 ആയിരിക്കും. സോ വെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് 0 വി ക്യാൻ റൈറ്റ് -2 +2 വരും അല്ലേ. സോ 2 - x - 2x ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ 2x ഈക്വൽ ടു -2 ഓർ x ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടില്ലേ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. Next question, 3 identical spheres of mass m arranged like touching each other. So ingane arrange ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ബോഡി 3 masses ആണ്, സെക്കൻഡ് ബോഡി തേർഡ് ബോഡി. സോ ഫ്രം ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എയുടെ സെൻറ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എയുടെ സെൻറ്റർ ഞാൻ 0 0 എന്ന് എടുത്തു. സെക്കൻഡിൻ്റെ സെൻറ്റർ ആണെങ്കിൽ ഡിസ്റ്റൻസ് എത്ര വരും? 2r-ഉം 0-യും വരും. തേർഡിൻ്റെ 2r + r 4r-ഉം 0 എന്ന് വരും അല്ലേ. സോ എന്നിട്ട് ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. m1 x1 + m2 x2 + m3 x3 ഡിവൈഡഡ് ബൈ m1 + m2 + m3 യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ഓപ്ഷൻ 1. So moving on, gas possesses. Gas possesses only bulk modulus ആണ് we know. Next question, a glass slab is subjected to an excess of pressure of 10 atm. The fractional change, the same equation we have used before. So the bulk modulus is equal to P divided by delta V by V. Bulk modulus is equal to P by delta V by V. So you can rearrange and find the answer. നമുക്ക് വേണ്ടത് delta V by V ആണ്. So I can use P by B. P is 10 atm ആണ്. So 10 × 10⁵ given. And delta V by V ഇല്ല, B bulk modulus 37 × 10⁹ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/37 × 10⁻⁶ 3 വരും. സോ ദാറ്റ് ഐ എം ഗെറ്റിംഗ് as 1/100/37 ആണെങ്കിൽ 2.7. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ as 2.7 × 10⁻⁵ കിട്ടും. ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്, വേറൊന്നുമില്ല. Then when external torque on a body is 0, then it must be at rotational equilibrium. Correct ആണല്ലേ സ്റ്റേറ്റ്മെൻറ്റ്? So when net force acting on a body is 0, then the angular momentum remains constant അല്ല. We know net torque 0 ആണെങ്കിലാണ് angular momentum constant എന്ന് പറയാം. Net torque 0 ആണ്, I can say angular momentum will be a constant എന്ന് പറയാൻ പറ്റും. So moving on to our next question. 4 particles of masses 2m, 4m, m4 are placed at 4 corners of a square എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. Exactly, yeah. So m4ൻ്റെ വാല്യൂ വേണം when the center of mass lies at the center of square. ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് സ്ക്വയറിൻ്റെ സെൻറ്ററിലാവണമെങ്കിൽ വേണ്ട m4ൻ്റെ വാല്യൂ ആണ്. സോ ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ലൈക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഐ ക്യാൻ ഫൈൻഡ് എല്ലാത്തിൻ്റെ നമുക്ക് എക്സ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഐ ക്യാൻ ഫൈൻഡ് ആസ് എക്സ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എത്രയാടാ? സ്ക്വയറിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ a/2 അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു a/2 വിച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് m1 എന്ന് പറയുന്നത് 2m × 0 ബിക്കോസ് ഫസ്റ്റ് മാസിനെ നമുക്ക് 0 ആണെന്ന് കൺഫേം ആക്കാം, ഫിക്സ് ചെയ്യാം. ഇത് 0 0 ആണ്, ഇത് a/2 സെൻറ്റർ ഓഫ് മാസ് ആകുമ്പോൾ a/2 a എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡാണ്. m2 എന്നുള്ളത് a0 എക്സ് കോർഡിനേറ്റിലായിരിക്കുക, m3 എന്നുള്ള a ആൻഡ് m4 എന്നുള്ളത് y മാത്രമേ ഉള്ളൂ 0 a. കറക്റ്റ് അല്ലേ?
സോ ഇനി നമ്മൾ ഡയറക്റ്റ് ആദ്യം ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് മാസസിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതേ സെയിം പാറ്റേണിൽ NCERT ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട് റൊട്ടേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. ജസ്റ്റ് നോക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, സിമ്പിൾ ആണല്ലോ. സോ m1x1 പ്ലസ് m2x2, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് m2? m2 ഈസ് 4m into a plus m3 is m into a plus m4 is m4 ൻ്റെ വാല്യൂ അറിയില്ല, m4 into 0 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഐ എം ഗെറ്റിംഗ് 7m plus m4 എന്ന് കൊടുക്കാം. ആൻഡ് ദിസ് ഇക്വേഷൻ ഐ ക്യാൻ റീഅറേഞ്ച് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് m4 ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം ഇവിടുന്ന്. ആൻഡ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് y ഓഫ് സെൻറ്റർ ഓഫ് മാസ്, ഓൾസോ യു ക്യാൻ യൂസ് ദ സെയിം ഇക്വേഷൻ. സെയിം കോൺസെപ്റ്റിൽ നിന്ന് y കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് m4 കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്താലും m4 ൻ്റെ വാല്യൂ സെയിം വരണം. സെയിം വന്നില്ലെങ്കിൽ നോട്ട് പോസിബിൾ ഫോർ എനി വാല്യൂസ് ഓഫ് m4 എന്നായിരിക്കും ആൻസർ കിട്ടുക. സോ ഹിയർ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആയിരിക്കും. Next question, if g is the acceleration due to gravity at the surface of earth, then what will be the value at a depth ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡെപ്തിലെ acceleration due to gravity equation we know gd is equal to g into 1 minus d by r ആണ് ഇക്വേഷൻ. സോ ഡെപ്ത് ഒക്കെ തന്നിട്ടുണ്ട്, g into 1 minus d is 64 divided by 6400 ആണ്. സോ ക്യാൻസലിങ് 100 minus 1 ആണ്. സോ 99 divided by 100g എന്ന് വരും. അവർ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് കിട്ടുക. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ DTS 7ൻ്റെ ക്വസ്റ്റ്യൻസ്. റൊട്ടേഷൻ ഉണ്ട്, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ഉണ്ട്. ഐ തിങ്ക് ഫ്ലൂയിഡ്സിൽ നിന്ന് കുറച്ച് കുറവായിരുന്നു ക്വസ്റ്റ്യൻസ് എന്ന് തോന്നി. അപ്പാർട്ട് ഫ്രം എന്നാലും ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ അല്ലേ? സോ എവറിത്തിങ് ഈസ് ഫൈൻ. താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? ടൈമൊക്കെ മാനേജ് ചെയ്യാൻ സാധിച്ചോ? ചില പോർഷൻസ് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ന്യൂമറിക്കലി ചിലപ്പോൾ വരാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഉള്ളത് നമ്മൾ പ്രീവിയസ് എക്സാംസിലൂടെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ അധികം ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 100 ml ഓഫ് 10 raised to -4 ml മോളാർ HCl ഈസ് മിക്സ്ഡ് വിത്ത് 200 ml 10 raised to -4 മോളാർ NaOH ആണ്. എന്താണ് ന്യൂട്രലൈസേഷൻ ആണെന്ന് അറിയാം. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ കേസിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഫോർമുല ഉപയോഗിച്ച് വെച്ചാൽ മതി. ന്യൂട്രലൈസേഷൻ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് N1V1 - N2V2 ഈസ് ഈക്വൽ ടു N3V3 നമ്മൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത് 10 raised to -5 ആണ്. OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നു, POH കാൽക്കുലേറ്റ് ചെയ്യുന്നു, POHൽ നിന്ന് നമുക്ക് ഏത് കണ്ടുപിടിക്കുന്നു? PH കണ്ടുപിടിക്കുന്നു. ദെർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ KP KCനേക്കാളും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒരൊറ്റ കാര്യം ചെയ്ത് വെച്ചാൽ മതി, NP NRനേക്കാളും കൂടുതൽ എവിടെയാണെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. NP NRനേക്കാളും കൂടുതൽ വരുന്ന ഏതാ? ഓപ്ഷൻ നമ്പർ 2 അല്ലേ വരുന്നത്. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ N2 + 3H2 gives 2NH3. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് √k കിട്ടും. റിവേഴ്സ് ചെയ്യുക. ആൻസർ ആയല്ലോ 1/√k. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ. നാലാമത്തെ ചോദ്യത്തിൽ റേഷ്യോ സാൾട്ട് ടു ബേസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ടു കോൺസെൻട്രേഷൻ ഓഫ് ബേസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ് 10:1 ആണ്. 10 ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാമല്ലോ. ഓക്കെ. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലോടാ. POH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PKB നമുക്ക് തന്നിട്ടുണ്ട്. PKB എന്ന് പറയുന്നത് ആരാണ്? ഹെൻഡേഴ്സൺ ഇക്വേഷൻ പ്രകാരം POH ഈസ് ഈക്വൽ ടു PKB പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ് അല്ലേ? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ്, കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ് 10 ആയതുകൊണ്ട് അതിൻ്റെ ലോഗ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ 1 ആണല്ലോ കിട്ടുന്നത്. PKBയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 5 + 1 എത്ര വന്നു? 6. ഓക്കെ. അപ്പം വേറൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെൻഡേഴ്സൺ ഇക്വേഷൻ നമ്മൾ കൊടുത്തേച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും മിക്കവാറും നമുക്കൊരു സ്ട്രഗിൾ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്, ഈ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സൊലുബിലിറ്റി നമുക്കവിടെ തന്നിട്ടുണ്ട്. പക്ഷേ സൊലുബിലിറ്റി തന്നിരിക്കുന്ന ഏതിലാണ്? ഗ്രാം പെർ 100 ml നമുക്ക് സൊലുബിലിറ്റി തന്നിരിക്കുന്നത്. നമ്മൾ KSPയുടെ ഇക്വേഷനിലെ സൊലുബിലിറ്റി ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും അത് കോൺസെൻട്രേഷനിലേ വരാവുള്ളൂ, മോളാർ കോൺസെൻട്രേഷനിലേ വരാവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യണം? മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കണം, മൊളാരിറ്റി കണ്ടുപിടിക്കണം. മൊളാരിറ്റി എന്ന് പറയുന്നത് WB × 1000 ഡിവൈഡഡ് ബൈ
മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ അല്ലേ? കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? സൊലുബിലിറ്റി കിട്ടി. സൊലുബിലിറ്റി അറിയാമെങ്കിൽ KSP കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തേച്ചാൽ മതി? 4s³ ചെയ്തേച്ചാൽ മതി. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ നമ്പർ 2. ഓക്കെ. നെക്സ്റ്റ്, അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് Ka വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 1 × 10⁻⁵ ആണ്. ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് KH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. KH-ഉം KA-യും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? KH = KW/Ka അല്ലേ? KH = KW/Ka ആണ്. ചെയ്യാമല്ലോ. KW-ൻ്റെ വാല്യൂ എത്രയാണ്? 10⁻⁻14 അല്ലേ? Ka നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 10⁻⁻5. ആൻസർ ആയല്ലോ. ഓക്കെ. നെക്സ്റ്റ് 52nd ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ഇക്വിലിബ്രിയം. ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓപ്ഷൻ നമ്പർ 3 ആണെന്ന് നമുക്കറിയാം. 53rd ക്വസ്റ്റ്യൻ. ദ ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഡിക്രീസ്ഡ് ബൈ സെയിം എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ ഇന്റേണൽ എനർജിയും വർക്ക് ഡണ്ണും സെയിം ആകണമെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ΔU = Q+W ആണ്. രണ്ടും സെയിം ആവണമെങ്കിൽ നിർബന്ധമായിട്ടും Q0 ആകണം. Q0 ആകണമെങ്കിൽ പ്രോസസ്സ് ഏതായിരിക്കണം? അഡയാബാറ്റിക് ആയിരിക്കണ്ടേ? അതേപോലെ തന്നെ അടുത്ത ചോദ്യം നിങ്ങൾ നോക്കിക്കുക. 54th ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 21 gram ഓഫ് അലുമിനിയം ഫ്രം 250 Kelvin to 350 Kelvin. സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാവുള്ളൂ? Q = mc ΔT അല്ലടെ ഉപയോഗിക്കാവുള്ളൂ. ഇവിടെ M ഉണ്ട്, C ഉണ്ട്, ΔT ഉണ്ട്. ΔT 100 അല്ലേ? സോൾവ് ചെയ്യാമല്ലോ. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 3 ആണ്. ഓക്കെ. 55th ക്വസ്റ്റ്യൻ. ഇതാണ് എപ്പോഴും ചെറിയ ഡൗട്ട് വരാൻ സാധ്യതയുള്ളതാണ്, പക്ഷേ സിമ്പിളാണിത്. നിങ്ങൾ നോക്കിക്കോണേ. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കാർബൺ ക്ലോറിൻ ബോണ്ടിനെ ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എനർജിയാണ് നമുക്ക് തന്നിരിക്കുന്ന 450 kJ എന്ന് പറയുന്നത്. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് COCl2 ആണ് തന്നിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള COCl2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒരു കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടിനെയും 2 കാർബൺ ക്ലോറിനെയും ബ്രേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആറ്റമായിട്ട് മാറ്റാനുള്ള എനർജി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോണ്ട് എനർജി ഓഫ് കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതായത് ഇവിടെയുള്ള ഈ CCl4-ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഒരു കാർബൺ ക്ലോറിൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി കിട്ടിയില്ലേ? അതിൽ നിന്ന് നമുക്ക് ഇവിടെ ഈ 2 ബോണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള എനർജി നമുക്ക് മനസ്സിലാക്കാം. ടോട്ടൽ എനർജി എത്രയാണ് വരുന്നത്? 600 kJ ആണ് വരുന്നത്. ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി നമുക്ക് അറിയാമെങ്കിൽ, ഒരു ബോണ്ട് CCl ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി അറിയാമെങ്കിൽ 2 CCl ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി നമ്മൾ എന്ത് ചെയ്തേച്ചാൽ മതി? ഈ 600 kJ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തേച്ചാൽ പോരെ? സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ നമ്പർ 2, 375. ഓക്കെ. വിച്ച് among the following is an example for a exothermic process? തന്നിരിക്കുന്നതിൽ എക്സോതെർമിക് പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ആണ്. ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. 57ാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ എക്സ്പാൻഡ് ഫ്രം 2.5 ലിറ്റർ ടു 3.5 ലിറ്റർ എഗനിസ്റ്റ് എ കോൺസ്റ്റന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 4. വർക്ക് ഡൺ ആണ്. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സ് റിവേഴ്സിബിൾ എന്നോ ഇറിവേഴ്സിബിൾ എന്നോ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. -P ΔV ഉപയോഗിച്ചാൽ മതി. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻസർ കിട്ടുന്നത് ലിറ്റർ ATM-ലാണ്. ഏകദേശം -4 ലിറ്റർ ATM ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തോണം. ഓക്കെ. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് 4 ആസിഡ്. ഇതും ഒരു ഡൗട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 4 ആസിഡുകളുടെ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ നമുക്ക് തന്നിട്ടുണ്ടടാ. ആർക്കാണ് ഔട്ട് ഓഫ് ABC സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എടാ, അവിടെ വീക്ക് ആസിഡ് വന്നിട്ടുണ്ടെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജിയിൽ നിന്ന് ഒരു പാർട്ട് എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കും? ആ വീക്ക് ആസിഡിൻ്റെ ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിച്ചില്ലേ? അപ്പോൾ എവിടെയാണോ ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എനർജി കുറവ്, അവിടെയായിരിക്കും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ ന്യൂട്രലൈസേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ 100 kJ, സപ്പോസ് 100 kJ എനർജി റിലീസ് ചെയ്തു. പക്ഷേ ആ ആസിഡ് വീക്ക് ആണെങ്കിൽ ആ റിലീസ് ചെയ്യുന്ന 100 kJ നിന്ന് 20 kJ അല്ലെങ്കിൽ 30 kJ അല്ലെങ്കിൽ 40 kJ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിച്ചു. വീക്ക് ആസിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ എനർജി 100 kJ നിന്ന് കൂടുതൽ എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പം കൂടുതൽ എനർജി ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ എവിടെയാണോ എനർജി റിലീസ് ചെയ്യുന്നത്, ന്യൂട്രലൈസേഷനിൽ എനർജി റിലീസ് ചെയ്യുന്നത് കുറവ് എവിടെയാണോ അവിടെയായിരിക്കും വീക്ക് ആസിഡ് വരുന്നത്. അപ്പോൾ സ്ട്രോങ് ആസിഡ് എവിടെയാണ് വരേണ്ടത്? കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നിടത്ത്. കാരണം അവിടെ കുറച്ച് എനർജി എന്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ? ആസിഡിന്റെ ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ആസിഡ് ഇവിടെ ഏതാണ് വരുന്നത്? തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മൈനസ് നോക്കരുത്, റിലീസ് ചെയ്യുന്നിരിക്കുന്നത് മാത്രം. മാഗ്നിറ്റ്യൂഡ് 13.7 അല്ലേ? ഓപ്ഷൻ നമ്പർ B അല്ലേ വരുന്നത്? ഓക്കെ.
വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് ആൻ പാത്ത് ഫംഗ്ഷൻ? ഹീറ്റും വർക്ക് ഡണ്ണുമാണ് പാത്ത് ഫംഗ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് എൻട്രോപ്പി ഓഫ് എ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അപ്രോച്ചസ് ടു സീറോ അറ്റ് അബ്സൊല്യൂട്ട് സീറോ. ഓക്കെ. കൺസിഡർ ദ ഫോളോയിങ് ഹാഫ് സെൽ റിയാക്ഷൻ. സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ അല്ലേ നടക്കേണ്ടത്? അപ്പോൾ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വരുന്നത് ആർക്കാണ്? ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഇവനല്ലടാ, ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. അപ്പോൾ ഇവൻ ആരായിരിക്കണം? ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കണം. ഇനി റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വരുന്നത്. തന്നിരിക്കുന്നതിൽ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ -0.76 അല്ലേ? അപ്പോൾ അവനായിരിക്കണമല്ലോ റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ. ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത്? 2. ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ റിയാക്ഷൻ വിച്ച് ഈസ് നോട്ട് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സെയിം സ്പീഷീസ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും നടത്തുന്നതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. 64th ക്വസ്റ്റ്യൻ, പ്രശ്നങ്ങളൊന്നുമില്ല. ഓപ്ഷൻ നമ്പർ 3 ആണ്. S2O3യുടെ S2O3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സൾഫറിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണെന്നറിയാം. ഹെക്സാഫ്ലൂറൈഡിൽ +6 ആണെന്നറിയാം. സൾഫർ ഡയോക്സൈഡിൽ +4 ആണെന്നറിയാം. ഓക്കെ. അതുപോലെ തന്നെ ബാലൻസിങ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ബാലൻസിങ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ നമ്പർ 2, 10, 8. ഓക്കെ. ഞാനത് ചെയ്യുന്നില്ല, നമുക്ക് ബാലൻസിങ് നമുക്ക് ചെയ്യാൻ അറിയാം. ഇനി വീണ്ടും അടുത്തത് 66th ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. കുപ്രസ് ഓക്സൈഡ് ക്യാൻ ആക്ട് ബോത്ത് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കണം. ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ Cu+ cannot undergo disproportionation reaction. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ഏത് പ്രോസസ്സ് നടത്താൻ പറ്റും? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസേർഷൻ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷേ റീസൺ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ. 67th ക്വസ്റ്റ്യൻ, ഇക്വലന്റ് വെയിറ്റ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയം ആണെങ്കിൽ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 5 ആയതുകൊണ്ട് ഇക്വലന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓപ്ഷൻ നമ്പർ 1. 68th ക്വസ്റ്റ്യൻ, ദ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ബേരിയം ക്ലോറൈഡ്. മോളാർ കണ്ടക്ടിവിറ്റി ആറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ നമുക്ക് തന്നിരിക്കുന്നത് X, Y, Z. സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ബേരിയം ക്ലോറൈഡ്. ഇത് ഇങ്ങനെ ഈ ഓർഡർ മാറ്റി തന്നതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കേട്ടോ. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബേരിയം ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബേരിയം ഹൈഡ്രോക്സൈഡ്. Limiting molar conductivity of barium hydroxide is equal to limiting molar conductivity of barium chloride plus 2 into limiting molar conductivity of sodium hydroxide minus limiting molar conductivity of 2 into limiting molar conductivity of NaCl. സോൾവ് ചെയ്യാമല്ലോ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ നമ്പർ 3. ഓക്കെ. For a strong electrolyte, variation of molar conductivity with concentration is equal to. ഇത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അശ്രദ്ധ എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. തെറ്റിയവർ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. λm ഈസ് ഈക്വൽ ടു λ0m മൈനസ് a ഇൻറ്റു √c ആണെന്ന് നമുക്കറിയാം. ഒരു കാരണവശാലും ഓപ്ഷൻ നമ്പർ 1 മാർക്ക് ചെയ്തേക്കരുത്. ശ്രദ്ധിച്ചോണം. മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം മുന്നോട്ടുള്ള എക്സാമിൽ. ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത്? 2. 17th ക്വസ്റ്റ്യൻ, λ0m മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, മാഗ്നീഷ്യം അയോൺ തന്നിട്ടുണ്ട്, ഹൈഡ്രോക്സൈഡ് അയോൺ തന്നിട്ടുണ്ട്. കോളറാഷസ് ലോ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ പോരെ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് മാഗ്നീഷ്യം അയോൺ പ്ലസ് 2 ഇൻറ്റു ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺ. ഓപ്ഷൻ നമ്പർ 1. 71st ക്വസ്റ്റ്യൻ, മോളാർ കണ്ടക്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് ആൽഫ വാല്യൂ കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു λm ഡിവൈഡഡ് ബൈ λ0m. സോൾവ് ചെയ്യാമല്ലോ. ഓപ്ഷൻ നമ്പർ 1. ഓക്കെ. In a Daniell cell, the concentration of Cu2+ and Zn2+ are doubled. The EMF of the cell is also doubled. Directly proportional എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അതുപോലെ തന്നെ കാഥോഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഈ സെൽ വാല്യൂ കുറയുകയും ആനോഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഈ സെൽ വാല്യൂ കൂടുകയുമാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്.
EMF of a cell is directly proportional to concentration of ions. തെറ്റാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല. അസേർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. ഓപ്ഷൻ നമ്പർ 4. Which is a product obtained during the electrolysis of potassium nitrate. പൊട്ടാസ്യം അയോണും നൈട്രേറ്റ് അയോണും കൂടാതെ H പ്ലസും OH മൈനസും കൂടെ, നൈട്രേറ്റ് അയോൺ H പ്ലസും OH മൈനസും ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് പ്രയോറിറ്റി ഏതിലേക്കാണ് പോകുന്നത്? H പ്ലസ് ആണ്. കാഥോഡിലേക്ക് പോയി ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. നൈട്രേറ്റ് അയോണും ഹൈഡ്രോക്സൈഡ് അയോണും വരുമ്പോൾ നമുക്കറിയാം പ്രയോറിറ്റി ആർക്കാണ്? ഹൈഡ്രോക്സൈഡ് അയോണിനാണ്. ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ. ഓപ്ഷൻ നമ്പർ ഏതാണ് വരുന്നത്? ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും. ഓപ്ഷൻ നമ്പർ 4. ഇനി അതേപോലെ തന്നെ മാസ് ഓഫ് സിൽവർ ഡിപ്പോസിറ്റ് അറ്റ് കാഥോഡ് ബൈ ദ പാസേജ് ഓഫ് 9.65 ആംസ്ട്രോങ് കറന്റ് ഫോർ 100,000 സെക്കൻഡ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് വെച്ചാൽ പോരെ. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പ്രകാരം Q ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പ്രകാരം W ഈസ് ഈക്വൽ ടു ഇക്വലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു I ഇൻറ്റു T ആണല്ലോ. I സ്ട്രെങ്ത് ഓഫ് കറണ്ട് ആംപിയറിലായിരിക്കണം, T ടൈം ഇൻ സെക്കൻഡ് ആയിരിക്കണം. സോൾവ് ചെയ്യുമ്പോൾ ഇക്വലന്റ് വെയിറ്റ് ഓഫ് സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത് 108 ആണ്. ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു I 9.65 ആംസ്ട്രോങ് ഇൻറ്റു 1000 അല്ലേ. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ നമ്പർ 3. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇക്വലന്റ് വെയിറ്റ് ഓഫ് സിൽവർ ആണ്. ഒരു എലമെന്റിന്റെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ 3 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി വർ പാസ്ഡ് ത്രൂ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, കുപ്രിക് സൾഫേറ്റ് സൊല്യൂഷൻ, അലുമിനിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഒരേ ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സിൽവർ, കോപ്പർ, അലുമിനിയം ഡിപ്പോസിറ്റഡ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സിൽവർ അയോൺ ഉണ്ട്, കോപ്പർ അയോൺ ഉണ്ട്, അതുപോലെ തന്നെ അലുമിനിയം അയോൺ ഉണ്ട്. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് 3 ഫാരഡേ കറണ്ട് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ 3 ഫാരഡേ കറണ്ട് സിൽവർ അയോൺ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സിൽവർ എന്ന് പറയുന്നത് 3 മോൾ ആണല്ലോ. കാരണം ഇത്രയും ഓർത്താൽ മതി, N ഫാരഡേ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ 1 മോൾ ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. N എന്ന് പറയുന്നത് അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമല്ലേടാ. അപ്പോൾ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എത്രയായിരിക്കണം? 3 മോൾ ആയിരിക്കണം. നേരെ മറിച്ച് Cu2+ പോകുമ്പോൾ 2 ഫാരഡേ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ 3 ഫാരഡേ ആണെങ്കിൽ 1.5 മോൾ ആണല്ലോ. അലുമിനിയം അയോണിലൂടെ N എന്ന് പറയുന്നത് തന്നെ 3 ആണ്. 3 ഫാരഡേ പാസ് ചെയ്യുമ്പോൾ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ റേഷ്യോ എടുത്ത് വെച്ചാൽ പോരെ. 3:1.5:1. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ. 76th ക്വസ്റ്റ്യൻ. ഫോർ എ സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് E0 വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഏതാണ്? E0 സെല്ലാണ് തന്നിരിക്കുന്നത്. 298 കെൽവിൻ എന്ന് പറയുമ്പോൾ ഈ സെല്ലാണെങ്കിലും എന്ത് തന്നെയാണ്? E0 സെല്ല് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ E0 സെല്ലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡെൽറ്റ G ഈസ് ഈക്വൽ ടു -NF E0 സെല്ല്. സോൾവ് ചെയ്യാമല്ലോ. ഓക്കെ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ 4. ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ E0 സെൽ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓപ്ഷൻ നമ്പർ 1. 78th ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മെർക്കുറി സെല്ലിൽ കാഥോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണെന്നറിയാം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ ജസ്റ്റ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഗീവ് ബൈ പ്രൊഡക്റ്റ് ആസ് വാട്ടർ അലോങ് വിത്ത് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പഷൻ ഓഫ് ഫ്യൂവൽസ്. If the equilibrium constant for the reaction at 1000 equilibrium constant of the reaction is 1000. equilibrium constant തന്നിട്ടുണ്ടല്ലേടാ, 1000 തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണെങ്കിലും കേസ് തന്നിട്ട് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? ഡെൽറ്റ G ഈസ് ഈക്വൽ ടു -2.303 RT. ലോഗ് KC ആണല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ നമുക്ക്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ. 81st ക്വസ്റ്റ്യൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് കോമ്പൗണ്ട് ഈസ് 3000 ജൂൾ gram raised to -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഗ്രാമിൽ 1 ഗ്രാം എടുക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എൻട്രോപ്പി ഡ്യൂറിങ് ഫ്യൂഷൻ അതും ഗ്രാമിൽ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എസും ഡെൽറ്റ എച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതാണെന്ന് പറഞ്ഞു നിങ്ങൾ. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി അല്ലേ വരുന്നത്. ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ടെമ്പറേച്ചർ കെൽവിനിലാണ് എടുക്കേണ്ടത്. 300 കെൽവിനാണ് വരുന്നത്. അഥവാ 3000 ജൂൾ പെർ ഗ്രാം ഡിവൈഡഡ് ബൈ 300 ആണല്ലോ. ഓപ്ഷൻ മാത്രം നിങ്ങൾ മാറ്റാതെ അല്ലെങ്കിൽ മാറിപ്പോകാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ.
82nd question. The correct relationship between delta S and delta H system. Option number 4 ആണെന്ന് അറിയാം നമുക്ക്. കാരണം ഇവിടെ ഡൗട്ട് ഉണ്ടാവരുത്. ഇവിടെ ഡെൽറ്റ എസ് സറൗണ്ടിങ് അല്ലേ സാറേ തന്നിരിക്കുന്നത്. ഡെൽറ്റ എസ് സറൗണ്ടിങ് തരുമ്പോൾ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ അല്ലേ വരുന്നത്. ശരിയാണ്. പക്ഷേ ഇവിടെ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് നമുക്ക് എന്തായിട്ട് എഴുതാം? മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യത്തില്ലേ? അതേ ഉള്ളൂ. For an adiabatic process, work done by the system is equal to change in internal energy. ശരിയാണല്ലോ. അഡയബാറ്റിക് പ്രോസസ്സ് വർക്ക് ഡണ്ണും ഡെൽറ്റ യുവും സെയിം ആണ്. കാരണം നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മളൊന്ന് എഴുതി നോക്കി വെച്ചാൽ മതി. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ക്യൂ 0 ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ഇൻ ആൻ അഡയബാറ്റിക് പ്രോസസ് ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ക്യൂ 0 ആണ് എന്നാണ് മീനിങ്. അപ്പോൾ അസേർഷനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണല്ലോ. ഓപ്ഷൻ നമ്പർ 1 മാർക്ക് ചെയ്യാമല്ലോ. 84th question. ഒരൊറ്റ കാര്യത്തിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റത്തുള്ളൂ. നമ്മൾ പല പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും. ഇവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ പ്ലസ് എക്സ് കിലോ ജൂൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എക്സ് ആണെന്ന് അറിയാം നമുക്ക്. പ്രൊഡക്റ്റിൻ്റെ കൂടെ എനർജി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴും ഡെൽറ്റ എച്ച് എന്താണ്? മൈനസ് വൈ ആണ്. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്, കാർബൺ പ്ലസ് ഹാഫ് O2 ടു ഗീവ് കാർബൺ മോണോക്സൈഡ്. സോൾവ് ചെയ്യത്തില്ലേ? ഓപ്ഷൻ നമ്പർ 4. ഓക്കെ. 85th question ബാലൻസിങ് ആണ്. ബാലൻസിങ് നമ്മൾ ചെയ്തതാണ്, നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ നമ്പർ 4. 86th question the oxidation state of manganese +7 oxidation state. ഓപ്ഷൻ നമ്പർ 3. സോറി, പെർമാൻഗനേറ്റ് അയോൺ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോകരുത്. പെർമാൻഗനേറ്റ് അയോൺ ആണ് തന്നിരിക്കുന്നത്. പെർമാൻഗനേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ MnO4 2- അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. MnO4 2- കേസിൽ മാൻഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാ വരുന്നത്? +6. ഓക്കെ. 87th അലുമിനിയം ക്ലോറൈഡ് ക്യാൻ ആക്ട് ആസ് എ ലൂയിസ് ആസിഡ്. ശരിയാണല്ലോ. അലുമിനിയം ക്ലോറൈഡ് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇനി അലുമിനിയം ക്ലോറൈഡ് അലുമിനിയം ക്ലോറൈഡ് മോളിക്കൂൾ സെൻട്രൽ ആറ്റം ഹാസ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ശരിയാണ്. അലുമിനിയം ക്ലോറൈഡ് മോളിക്കൂൾ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അലുമിനിയം ക്ലോറൈഡ് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉള്ളതുകൊണ്ട്. ദെർഫോർ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ വരുന്നത്. ഓക്കെ. 88th question. Which one of the following pair of solution will not act as an acidic buffer? Option number 2. കാരണം acidic buffer എന്ന് പറയുമ്പോൾ weak acid and its salt with a strong base ആയിരിക്കണം. ഓക്കെ. ഇനി 89th question. pH of a saturated solution of a calcium hydroxide is given there. KSP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. pH കണ്ടുപിടിക്കണം. എന്താണേലും ഇതിൽ pH കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമുക്ക് POH കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ OH- അയോൺ കോൺസെൻട്രേഷൻ അല്ലേ ഉള്ളത്. അപ്പോൾ ആദ്യം OH- അയോൺ കോൺസെൻട്രേഷൻ നമുക്ക്, അതായത് സൊല്യൂബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ OH- അയോൺ കോൺസെൻട്രേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണേലും ഇത് 1:2 ടൈപ്പ് സാൾട്ടാണ്. 1:2 ടൈപ്പ് സാൾട്ടിൻ്റെ കേസിൽ KSP എന്ന് പറയുന്നത് 4s³. ഓക്കെ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എസ് നമുക്ക് കണ്ടുപിടിക്കാം. എസ് എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് KSP വരുന്നത്, അഥവാ KSP വിത്ത് പവർ 1/3. സൊല്യൂബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് OH- അയോണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ആരായിട്ടാണ് മാറുന്നത്? കാൽഷ്യം 2+ ഹൈഡ്രോക്സൈഡ് അയോണുമായിട്ടല്ലേ മാറുന്നത്. ഇത് എസ് ആണെങ്കിൽ ഇവൻ എന്താണ്? 2s. ഇവിടെ നമുക്ക് സൊല്യൂബിലിറ്റി എസ് കിട്ടിയല്ലോ. സൊല്യൂബിലിറ്റി എസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 2s കണ്ടുപിടിക്കാം. 2s എന്ന് പറയുന്നത് OH- അയോണിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ. ഇവിടെ സൊല്യൂബിലിറ്റി എസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 4 × 10⁻⁻⁶ അല്ലേ. 4 × 10⁻⁻⁶ വിത്ത് പവർ 1/3. KSP ഡിവൈഡഡ് ബൈ 4 ഉണ്ടല്ലോടാ. അപ്പോൾ 4 അല്ലേ വരുന്നത്. 4ഉം കട്ടായിപ്പോയി. ബാക്കി എന്താ വരുന്നത്? 10⁻⁻² അല്ലേ വരുന്നത്. 10⁻⁻². ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 10⁻². ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എസ് കിട്ടി. OH- അയോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി 2s കണ്ടുപിടിക്കണ്ടേ. എസിൻ്റെ വാല്യൂ 10⁻² ആണെങ്കിൽ 2sൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻³ ആയിരിക്കത്തില്ലേ.
നമുക്ക് അവിടെ കിട്ടി 2s വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH മൈനസ് അയോൺ കോൺസെൻട്രേഷൻ കിട്ടി. OH മൈനസ് അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2 × 10⁻³ ആണ്. ഈ OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? POH കണ്ടുപിടിക്കാം. POH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് OH മൈനസ് അയോൺ കോൺസെൻട്രേഷൻ ആണല്ലോ. POH അറിയാമെങ്കിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? pH കണ്ടുപിടിക്കാം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 12.3 ആണ്. ഓക്കെ, കാരണം ഇവിടെ POH എന്ന് പറയുന്നത് 2.7 ആണ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, 2.7. അങ്ങനെയാണെങ്കിൽ pH എന്ന് പറയുന്നത് 12.3 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് ലെങ്തി ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സൊലുബിലിറ്റി എസ് കണ്ടുപിടിച്ചു. KSBയിൽ നിന്ന് സൊലുബിലിറ്റി എസ് കണ്ടുപിടിച്ചു. ഫോർമുല സൊലുബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് KSB/4 ആണ്. സൊലുബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം ഹൈഡ്രോക്സൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് S അല്ല 2s ആണ്. അവിടെയാണ് തെറ്റാൻ സാധ്യതയുള്ളത്. 2s കണ്ടുപിടിച്ചു. OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം POH കണ്ടുപിടിച്ചു. ദെൻ pH. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോജീനിയസ് ഈക്വിലിബ്രിയം? ഒറ്റ മറുപടി, എല്ലാ ഫേസും ഒരേപോലെ ആയിരിക്കണം. ഒന്നുകിൽ എല്ലാം ഗ്യാസ് ആയിരിക്കണം, അല്ലെങ്കിൽ സോളിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കണം. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസിൽ ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ചില ക്വസ്റ്റ്യനുകളിൽ നമുക്ക് ന്യൂമറിക്കലി കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ അതിനനുസരിച്ച് സ്പീഡിൽ പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എക്സാം എളുപ്പമായിരുന്നോ? ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 91, ഫൈൻഡ് ദ മിസ്മാച്ച് പെയർ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിസ്മാച്ച് പെയർ. Vessels not found in most of the gymnosperm. Yes, Tracheids dead and without protoplasm. Yes, xylem fiber living and dead ആണ്. Question number 91, 3 is the correct answer. മക്കളെ, what about question number 92? What about question number 92? The meristem which occurs between mature tissue is also known as intercalary meristem. Question number 92, 1 is the correct answer. And what about question number 93? Choose the correct option to fill the blank. In grass, the guard cells are, what's the shape? We know that dumbbell shape. Question number 93, 4 is the correct answer. And what about question number 94? Select the correct statement. Large, empty and colorless cells present along the abaxial epidermis alla adaxial ആണ് bulliform. തെറ്റ്. Parenchymatous cell which lie between vascular bundle of dicot stem are called conjunctive tissue. ഡൈക്കോട്ട് സ്റ്റെമ്മിലാണോ കൺജക്റ്റീവ് ടിഷ്യൂ? റൂട്ടിലാണ്. തെറ്റ്. ലൈറ്റ് കളേർഡ് പെരിഫറൽ റീജിയൻ ഓഫ് വുഡ് ഇൻവോൾവ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ ഈസ് സാപ്വുഡ്. യെസ്, കറക്റ്റ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 94, 3 is the correct answer. And what about question number 95? Which of the following is incorrectly matched? D-differentiated medullary cells interfascicular came D-differentiated and ശരി. Heartwood highly lignified ആണ്, നോൺ കണ്ടക്റ്റീവ് ആണ്. യെസ്. Vascular membrane dicot root partially primary അല്ല, secondary ആണ്. Question number 95, 3 is the correct answer. And what about question number 96? Read the following statement, assertion, reason and select the correct option. The growth of root and stem in length with the help of apical meristem is called primary growth. Is increase in girth by secondary growth is not found in root. Increase in girth എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. Increase in girth is there, right? Question number 96, assertion is true but statement, but reason is false. Reason is false. Question number 96, 3 is the correct answer. നമുക്കറിയാം റൂട്ടിലെ സെക്കൻഡറി തിക്കനിങ് ഉണ്ട്, but cambium is secondary in origin. Question number 96, 3 is the correct answer. മക്കളെ, what about next question? Question number 97. State true or false to the following statement and select the correct option. When bulliform cells are flaccid, they make the leaves curl inward to minimize water loss. Sheri, true. In dicot leaves, the size of vascular bundle depend on the size of the veins. Is correct. The adaxial epidermal bear more stomata than abaxial. Abaxial ആണ് more stomata in dicot. That is not correct. False. True, true, false. Question number 97, 3 is the correct answer. Okay, what about question number 98? What about question number 98? Suberin deposited barrel shaped cells are found in. Barrel shaped ഉള്ളത് നമുക്കറിയാം entodermis of റൂട്ടിലാണ് barrel shaped cell ഉള്ളത്. Suberin compactly arranged barrel shaped suberin deposited ആയിട്ടുള്ള entodermis of റൂട്ടിലാണ്. Question number 98, 2 is the correct answer. And what about question number 99? Read the following statement about dicot stem and choose the correct option. Vascular bundles are arranged in a ring. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ റിംഗ് ആണോ? യെസ്, റിംഗ് ആയിട്ടാണ്, കൺജോയിൻ്റ് ആണ്, റിംഗ് ആണ്. വാസ്കുലർ ബണ്ടിൽ ആർ കൺജോയിൻറ്റ് കൊളാറ്ററൽ ഓപ്പൺ. ശരി. എൻഡാർക്ക് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെക്കൻഡറി അല്ല, പ്രൈമറി സൈലമാണ്. അപ്പോൾ എയും ബിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 99, that is only C is incorrect. Only C is incorrect. B is correct. Only C is incorrect. A and B are incorrect. Here answer for this question. Question number 99, 2 is the correct answer. Only C is incorrect. Okay, what about question number 100?
Read the following statement and choose the correct option. In root, protocell lie towards periphery. Yes, PPR, exarch, correct. The cork is impervious to water due to suberin in the deposition in the cell wall. Yes, statement, both statement are correct. 100, both statement A and B are correct. Question number 104 is the correct answer. Makale, what about question number 101? March the column. Sieve tube element possesses peripheral cytoplasm but lack a nucleus. Is A. Companion cell that is helps in maintaining pressure gradient. Phloem fiber have pointed needle-like epicers. Phloem parenchyma stored resin, mucilage, latex. D. Here, namakkariyam A എന്ന് പറയുന്നത് 3, B എന്ന് പറയുന്നത് 2, C 4 and D 1. Question number 101, 3 is the correct answer. And what about question number 102? Complex post-fertilization development occurs in, we know that in red algae here is Gelidium, Gracilaria, Porphyra, Polysiphonia. Question number 102, 3 is the correct answer. And what about question number 103? In grass, in Cycas gymnospermy, Cycas we know that unbranched ആണ്, unisexual അല്ലെങ്കിൽ dioecious ആണ്, dioecious having unbranched stem ആണ്. Question 103, 2 is the correct answer. And what about question number 104? Cytotaxonomy based on all the following except cytotaxonomy നമുക്കറിയാം chromosome number, structure, behavior ആണ്, DNA sequencing ഇല്ല. Question number 104, 2 is the correct answer. And what about question number 105? Structure that is absent in gymnosperm. Gymnospermൽ ഇല്ലാത്ത fruit ആണ്, angiospermൽ മാത്രമേ fruit ഉള്ളൂ. Gymnospermൽ seed ഉണ്ട്, embryo ഉണ്ട്, archegonia ഉണ്ട്, right? Question number 105, 4 is the correct answer. And what about question number 106? Choose the odd one with respect to haplodiplonid life cycle. നമുക്കറിയാം haplodiplonid life cycle ഉള്ളത് bryophyton ഉണ്ട്, pteridophyton ഉണ്ട്, ആൽഗയിലാണെങ്കിൽ bryophyton, pteridophyton ഉണ്ട്, ആൽഗയിൽ പോളിസൈഫോണിയ, എക്ടോകാർപ്പസ്, കെൽപ്സിലുണ്ട്, ഇല്ലാത്തത് ഫ്യൂക്കസിലാണ്. ഫ്യൂക്കസിൽ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണുള്ളത്. ജനറലി ആൽഗയ്ക്ക് ഹപ്ലോണ്ടിക് ആണ്, ഫ്യൂക്കസ് ഒക്കെ എക്സെപ്ഷണൽ കേസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 106, 1 is the correct answer. And what about question number 107? Strobile or cones are found in? Strobile ഉള്ളത് സെലാജിനല്ല and ഇക്വിസിറ്റം. Question number 107, 1 is the correct answer. 108. Which classification system was given by George Bentham and Joseph Dalton Hooker to classify flowering plant? We know that natural system of classification. 108, 2 is the answer. 109. Identify the organs which is not a moss. Mosses ആണ് sphagnum, poly, trichum, funaria. അല്ലാത്തത് ആരാണ്? സർഗാസം. Sargassum, we know that brown algae. Question number 109, 4 is the correct answer. Question number 110. Vegetative propagation in funaria occurs through fragmentation in mosses, fragmentation in secondary protonema. Question number 110, 2 is the correct answer. And 111. Spread of living pteridophyte is limited and restricted to narrow geographical region because gametophyte require prothallus of pteridophytes. Gametophyte require cool, damp and shady places to grow. That is the best option from this option. For this question number 111, 3 is the correct answer. And what about question number 112? How many of the given plants to produce seeds and also have archegonia? Here gymnosperm is the options. Pinus and Cycas, already we discussed this question. A and F. That is how many? 2. Answer for the question number 112, 1 is the correct answer. Select the correct statement option to fill in the blanks. തന്നിരിക്കുന്നതിൽ correct option ഏതാണ്? Here fucoxanthinൊക്കെ വരുന്ന ഫയോഫൈസിയാണ്. Stored food is laminarin and mannitol ആണ്. Mannitol വരും. Rhodophyceയിൽ chlorophyll A, D വരും. അപ്പോൾ here B എന്ന് പറയുന്ന mannitol അല്ലെ laminaria, mannitol വരാം. Then C chlorophyll A and D വരാം. Laminarin അല്ലെങ്കിൽ വരാം mannitolന് പകരം A, D അല്ലെങ്കിൽ phycoerythrin. Here option for this question number 113, 3 is the correct answer. And what about question number 114? March the column. Selaginella is we know that microphylls and macrophylls ഉള്ള ferns ആണ്. Dryopteris is homosporous pteridophyte ആണ്. Cycas has corloid root. Pinus have mycorrhizae. A എന്ന് പറയുന്നത് 2 ആണ്. A2, B4, C1 and D3. Question number 114, 3 is the correct answer. Question number 114, 3 is the correct answer. A2, B4, C1 and D3. And what about question number 115? Consider the following statement and mark the true or false. Fucus has air bladder. Yes. Eulothrix is vegetative cell, have a cellulosic cell wall, gelatinous coating ഉള്ളത് Phaeophyceae and Eulothrix is called chlorophyceae. That is not correct. False. Red algae usually reproduce vegetatively by fragmentation. A is correct ആണ് മക്കളെ. That is true, false, true. True, false, true. Question number 115, 4 is the correct answer. Question number 115, 4 is the correct answer. And what about question number 116? Mosses are different from most liverworts as the former has an elaborate mechanism of spore dispersal. This mosses has. Question number 116, 3 is the correct answer. And what about question number 117? Select the correct option with respect to the statement. According to phylogenetic system of classification, organisms belong to the same taxa are assumed to have a common ancestor. Yes.
Then chemotaxonomy is based on chemical constant of the plant, yes. Sexual system classification, lineage, attribute system, yes. Numerical taxonomy based on evolution, evolution phylogeny ആണ്. Numerical number and codes are based on the computer, observable character, hundreds of characters considered. A, B, C are the correct. Question number 117, 3 is the correct answer. And what about question number 118? Select the incorrect statement with respect to embryo sac and angiosperm. Embryo sac formation is preceded by meiosis, yes. It has 3 cell apparatus, yes. Each cell of the embryo sac is diploid allada, ella haploid ആണ്. Polar nuclei ഉള്ള central cell മാത്രം diploid ഉള്ളൂ. Question number 118, 3 is the correct answer. And 119, sclerenchyma differ from collenchyma is being, sclerenchyma and collenchyma mechanical ആണ്, thick ആണ്, simple tissue ആണ്, but sclerenchyma is dead at maturity. Question number 119, 4 is the correct answer. Okay, what about question number 120? Read the statement and select the correct option. Agar is used to grow microbes, yes. Agar is used in preparation of ice creams and jellies, yes. Both assertion reason true, but is not the correct explanation. Question number 122 is the correct answer. And what about question number 121? Spores in pteridophyte germinate to give rise to, spores in pteridophyte give rise to inconspicuous, multicellular, free living, mostly photosynthetic prothallus. Question number 121, 1 is the correct answer. 122, giant redwood tree is sequoia, is a gymnosperm. Question number 122, 1 is the correct answer. And what about question number 123? How many of the statement are incorrect? At least half of the total carbon dioxide fixation on earth is carried out by algae through photosynthesis, yes. Mosses are generally are of little ecological importance, no. How ecological important? Chlorella is used as food supplement by space traveler, yes. Plant body of bryophyte is more differentiated than that of algae, yes. Algae ke root, stem, leaf പോലും ഒന്നുമില്ല, but bryophyte has root like, stem like, leaf like structure. Plant body of bryophyte is more differentiated than that of algae. Here only one is incorrect. Only one is incorrect. Here question number 123, 1 is the correct answer. And what about question number 124? Juvenile stage of mosses എന്ന് പറയുന്നത് ഏതാണ്? Protonema. Protonema and leafy stage is there. Question number 124, 1 is the correct answer. And question number 125, which of the following is not a part of steel? PVP, pericycle vascular bundle, pith ആണ്, ഇല്ലാത്തത് cortex ആണ്. Question number 125, 4. And 126, a tissue is a group of cells that are always in common in function, different origin, always in structure ഒന്നും പറയാൻ പറ്റത്തില്ല. Question number 126, 2 is the correct answer. Then only meristematic പറയത്തില്ല, permanent tissues ഉണ്ട്. The vascular bundle shown the diagram present radial ആണ്, radial ഉള്ള റൂട്ടിലാണ്, റൂട്ട് വരുന്ന ഇവിടെയാണ്. Question number 127, dichoroot, 3 is the correct answer. And what about question number 128? Read the following statement and choose the correct option. Natural system of classification classify organisms on the basis of their natural affinities, is. Fossil play important role in natural system of classification എന്ന് പറയുന്നില്ലല്ലോ. ഫോസിൽ ഒക്കെ വരുന്ന ഫൈലോജനിയാണ്, എവല്യൂഷൻ ഒക്കെ വരുന്നത്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. എവല്യൂഷനിലേക്ക് വരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 128 നമുക്കറിയാം, 128 assertion is true but reason is false. Assertion is true but reason is false. And question number 129, identify the incorrect statement from the following. Which is the incorrect statement from the following, right? Which is the incorrect statement? Which is the incorrect statement? Most of the algae are terrestrial alla, aquatic ആണ്. Pteridophytes require water for transport of male gamete, yes. Bryophyte require water for fertilization, of course. Gymnosperm pollination is carried out by wind, of course. Here incorrect is 1 is the correct answer. Question number 129, 1 is the correct answer. And what about question number 130? Which of the following statement is true for Cara? Cara is chlorophyce, chlorophyll A, B are present, A. Cell wall algae ഉള്ള phaeophyce ആണ്, തെറ്റ്. Sexual reproduction ഇല്ല, no. Sexual reproduction ഉണ്ട്, fucosanthin അല്ല, അത് phaeophyceal brown algae ആണ്. Here answer for this question, കാരയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ answer for this question we know that is A is the first is the correct answer, correct one, right? True for Cara. Question number 131 is the correct answer. Okay, what about question number 131? Selaginella, Dryopteris, Equisetum, Adianthum, Lycopodium, cherries belong to how many class of pteridophyte? Selaginella, Lycopsida, right? Lycopsida. Dryopteris, Pteropsida, right? Then Equisetum, Sphenopsida, right? Sphenopsida. Adianthum, Pteropsida ആണ്. അപ്പോൾ വീണ്ടും എഴുതേണ്ട. Lycopodium, Lycopsida ആണ്. Cherries, Pteropsida ആണ്. അപ്പോൾ അത് ഓൾറെഡി വന്നു. 1, 2, 3 ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളതിലുള്ളത്. അപ്പോൾ 3 is the answer. Question number 131, 3 is the correct answer. And what about 132?
132. GEM-R, we know that is green, multicellular, mostly photosynthetic ആയിട്ടുള്ള asexual bud present in liverworts markantia ആണ്. Asexual bud present in markantia. Question number 132. 3 is the correct answer. Okay, what about question number 133? So the given is the smallest angiosperm, that is Wolffia. One of the tallest ആയിട്ടുള്ളതാണ് Eucalyptus. Sequoia gymnosperm ആണ്. Then algae-ലുള്ള examples Chlorophyceae, Phaeophyceae, Rhodophyceae and Bryophyte, liverworts, markantia, liverworts and then mosses. Then പിന്നെ നമുക്കുള്ള ടെറിഡോഫൈറ്റുകളാണ് ക്ലാസുകൾ സൈലോപ്സിഡ, സൈലോട്ടം, ലൈക്കോപ്സിഡ, ലൈക്കോപോഡിയം, സെലാജിനെല്ല, സ്ഫിനോപ്സിഡ, എക്യുസിറ്റം, ചെറോപ്സിഡ, ചെറീസ്, ഡ്രയോപ്റ്ററീസ്, അഡിയാന്തം. And what about question number 134? Agar is obtained from Gelidium and Gracilaria, both 1 and 3. Question number 134, 4 is the correct answer. 133, 3 is the answer. And 135. So the plant is known as amphibian of plant kingdom. Of course, we know that amphibian of plant kingdom is bryophyte because it requires water for fertilization. Question number 135, 3 is the correct answer. Algae is the aquatic plant, the primitive one, they are thallophyte. Bryophyte is the embryophyte, they are the first terrestrial plant without vascular tissue. First terrestrial plant with vascular tissue ആണ് pteridophyte. And gymnosperm seed ഉണ്ട്. Spermatophyteകളാണ് gymnosperm and angiosperm. They are phanerogams and cryptogams ആണ് algae, bryophyte, pteridophyte. മക്കളെ, that's about different questions തുടരുന്നു. Thank you. നമുക്കിനി സുവോളജി പാർട്ട് നമുക്ക് നോക്കാം. 136ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്സ് ലേബിൾഡ് A to D in the figure given below is correctly matched with its function? നോക്കാം നമുക്ക്. എ അഫറൻ്റ് ആർട്ടീരിയോൾ ആണോ? എ അഫറൻ്റ് ആർട്ടീരിയോൾ അല്ല, ഇഫറൻ്റ് ആർട്ടീരിയോൾ ആണ്. അപ്പോൾ നമുക്കത് പിന്നെ നോക്കേണ്ട കാര്യമില്ല. ബി ബോമാൻസ് ക്യാപ്സൂൾ. ബോമാൻസ് ക്യാപ്സൂൾ ആണ്. ബോമാൻസ് ക്യാപ്സൂൾ അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, ഗ്ലോമറുലസ് ആണ് അല്ലേ. അപ്പോൾ അതും നോക്കണ്ട. മൂന്നാമത്തത് സി ഹെനിറ്റ്സ് ലൂപ്പ്. ഹെനിറ്റ്സ് ലൂപ്പാണ്, പക്ഷേ മാക്സിമം റീഅബ്സോർപ്ഷൻ ഓഫ് മേജർ സബ്സ്റ്റൻസസ് ഫ്രം ഗ്ലോമറുല ഫിൽട്രേറ്റ്, അത് ശരിയല്ല. ഹെനിറ്റ്സ് ലൂപ്പ് എന്താണ്? 5% ഡിസെൻഡിൽ ലിംബ്, 5% വാട്ടറും അസെൻഡിൽ ലിംബ് 5% എന്താണ്? NaCl1 സോൾട്ടുമാണ് അബ്സോർബ് ചെയ്യുന്നത്. മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് PCTയിലാണ്. അപ്പോൾ നമുക്ക് അതും ശരിയല്ല. DCT ആണ്. DCT ശരിയാണ്. സെക്രീഷൻ ഓഫ് പൊട്ടാസ്യം ഇൻ ടു ദി ഫിൽട്രേറ്റ്, അതും ശരിയാണ് അല്ലേ. അപ്പോൾ 4th ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ അല്ലേ. 4th ഓപ്ഷനാണ് ആൻസർ. ഓക്കെ. അടുത്തത് മോസ്റ്റ് ടോക്സിക് നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്റ്റ് ഏതാണ്? അമോണിയ അല്ലേ. അമോണിയാണ് മോസ്റ്റ് ടോക്സിക് അല്ലേ. അതുകൊണ്ട് എന്താണ്? അക്വാട്ടിക് ആനിമൽസ് ആണ് പൊതുവെ അമോണോട്ടീലിക് ആനിമൽസ് എന്ന് പറയുന്നത് അല്ലേ. ടെറസ്ട്രിയൽ ആനിമൽസിന് അമോണോട്ടീലിസം ഇല്ല. അടുത്തത് പാർട്ട് ഓഫ് നെഫ്രോൺ ലൈൻഡ് ബൈ സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം. സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം വിത്ത് മൈക്രോവില്ലെ, അതിനെയാണ് എന്ത് പറയുന്നത്? ബ്രഷ് ബോർഡഡ് ക്യൂബോഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത് അല്ലേ. ഇത് എന്ന് പറയുന്നത് എന്താണ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അഥവാ PCTയിലാണ് അല്ലേ. അതുകൊണ്ട് മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അഥവാ എന്താണ്? PCTയിലാണ്. കാരണം എന്താണ്? ബ്രഷ് ബോർഡഡ് ക്യൂബോഡൽ എപ്പിത്തീലിയം കൊണ്ടാണ് അത് ലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ അടുത്തത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ. എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത്? യൂറിൻ ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോമറുലർ ഫിൽട്രേഷൻ അല്ലേ. ഗ്ലോമറുലർ ഫിൽട്രേഷൻ. അടുത്തത് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഒക്കേഴ്സ് ഫ്രം ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ദി നെഫ്രോൺ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് വിച്ച് ഹോർമോൺ? ഏത് ഹോർമോണാണ്? വാട്ടറാണ്. വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എന്താണ്? ADH എന്താണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ വാസോപ്രസിൻ അല്ലേ. വാസോപ്രസിൻ റിലീസ്ഡ് ഫ്രം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലേ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈപ്പോതലാമസ്. ഓക്കെ. ADH. ദെൻ ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ഇൻ ഹ്യൂമൻ ഈസ് ഫോംഡ് ബൈ ദി സെല്ലുലാർ മോഡിഫിക്കേഷൻ ഇൻ ദി എന്താണ്? അത് എന്താ? DCTയും അഫറൻ്റ് ആർട്ടീരിയോളും ഇടയ്ക്കുള്ള ടിഷ്യൂസ് മോഡിഫൈ ചെയ്ത് ഉണ്ടാകുന്നതാണ് എന്ത്? ഗ്ലോമറുലാർ ജക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് അല്ലേ. JGA. അപ്പോൾ ഏതാണ്? DCT ആൻഡ് അഫറൻ്റ് ആർട്ടീരിയോൾ അറ്റ് ദി ലൊക്കേഷൻ ഓഫ് ദർ കോണ്ടാക്ട് അല്ലേ. അടുത്തത് സെലക്ട് ദി സെറ്റ് ഓഫ് യൂറിയോട്ടിലിക് ആനിമൽസ്. പൊതുവെ മാമൽസ്, പിന്നെ ഏതാണ്?
ഫ്രോഗ് അല്ലേ, ടെറസ്ട്രിയൽ ആംബീബിയൻ ലൈക്ക് ഫ്രോഗ്. പിന്നെ ഏതാണ്, എന്താണ് അനിൽഡ് ലൈക്ക് ഫെററ്റിമ, ദാറ്റ് മീൻസ് എർത്ത് വോം അല്ലേ, ഇതൊക്കെയാണ് അല്ലേ. അപ്പോൾ നോക്കൂ ഏതൊക്കെയാണ്, ബോണി ഫിഷസ് അത് അമോണോട്ടിലിക്കാണ്. അപ്പോൾ പിന്നെ നോക്കണ്ട. മെറൈൻ ഫിഷസ് കോൺട്രിക്സിസ് എന്താണ്, യൂറിയോട്ടിലിക്കാണ്. ടെറസ്ട്രിയൽ ആംഫീബിയൻ മാമൽസ് അല്ലേ. അപ്പോൾ എന്താണ്, ഇതാണ് ശരി അല്ലേ. ബാക്കി മാമൽസ്, ലാൻഡസിന്, ഇൻസെക്റ്റ് ഒക്കെ എന്ന് പറയുന്നത് യൂറിക്കോട്ടിലിക്കാണ്. റെപ്റ്റൈൽസ്, ബേർഡ്സ് യൂറിക്കോട്ടിലിക്കാണ്. ഓക്കെ. ദെൻ സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു കോർട്ടിക്കൽ നെഫ്രോൺ. കോർട്ടിക്കൽ നെഫ്രോൺ വളരെ ഷോർട്ടാണ്. ജക്സ്റ്റാ ഗ്ലോമറുലാർ എന്താണ് നെഫ്രോൺ എന്താണ് വളരെ ലോങ് ആണ് അല്ലേ. അതിന് വളരെ നീളമുള്ള എന്താണ് എന്തുണ്ട്, ലൂപ്പോഫനിലുണ്ട്. വാസ റെക്റ്റ എന്താണ് ജക്സ്റ്റാ ഗ്ലോമറുലാർ നെഫ്രോണിനകത്ത് എന്താണ് ഉണ്ട്. പക്ഷേ എന്താണ് കോർട്ടിക്കൽ നെഫ്രോണിന് റെഡ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഉണ്ടാകത്തില്ല അല്ലേ. അപ്പോൾ നോക്കാം, ലൂപ്പോഫനിൽ ഷോർട്ട് അല്ലേ. നോക്കൂ, കോർട്ടിക്കൽ നെഫ്രോൺ ഷോർട്ടാണ്, എക്സ്റ്റെൻഡ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദി മെഡുല്ല. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഇത് കറക്റ്റാണ്. ദേ ആർ ദി മോസ്റ്റ് അബൻഡൻറ്റ് ടൈപ്പ്. 65% എന്താണ്, സോറി 85% എന്താണ് ഇതാണ് അല്ലേ. അപ്പോൾ ഇത് ശരിയാണ്. വാസാറക്റ്റ ഈസ് വെൽ ഡെവലപ്ഡ് ഇൻ കോർട്ടിക്കൽ നെഫ്രോൺ അല്ല, വാസാറക്റ്റ ഈസ് റെഡ്യൂസ്ഡ് ഓർ ആബ്സെൻറ്റ് അല്ലേ. അപ്പോൾ ഇതാണിത് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. ഇതും ശരിയാണ്. കോർട്ടക്സിലാണ് PCT, മാൽപീജിയം കോർപ്പസും കോർപ്പസൽസും DCT ഒക്കെ ഇരിക്കുന്നത് അല്ലേ. നോക്കൂ അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഓഫ് നെഫ്രോൺ ആർ ഹെൽപ്ഫുൾ മെയിൻ്റെനൻസ് ഓഫ് അയോണിക് ആൻഡ് ആസിഡ് ബേസ്. എന്താണ് ഈ ആസിഡ് ബേസ് ബാലൻസ് അഥവാ pH ഒക്കെ എന്താണ് ക്രമീകരിക്കുന്നത് ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് പറയാം, PCT, DCT ആൻഡ് കളക്റ്റിംഗ് ഡക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അത് മൂന്നുമാണ്, PCT, DCT ആൻഡ് കളക്റ്റിംഗ് ഡക്റ്റ്. ഇവിടെ PCT ലൂപ്പോഫനിൽ തെറ്റ്, DCT കളക്റ്റിംഗ് ഡക്റ്റ്, DCTയും കളക്റ്റിംഗ് ഡക്റ്റ് അല്ലേ. നോക്കൂ അത് ശരി. DCT ലൂപ്പോഫനിൽ തെറ്റ്, ബോമാൻസ് ക്യാപ്സൂൾ തെറ്റ്. അപ്പോൾ എന്താണ് രണ്ടാമത്തതാണ് ശരി. അടുത്തത്, ദി സെഗ്മെൻറ്റ് ഓഫ് നെഫ്രോൺ ദാറ്റ് അലൗസ് എ പാസേജ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ ഇൻ ടു ദി മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യം. ഏതാണത്? കളക്റ്റിംഗ് ഡക്റ്റ് അല്ലേ. കളക്റ്റിംഗ് ഡക്റ്റ്. ആ യൂറിയ അസെൻഡിനിബിലൂടെയാണ് പിന്നെയും വരുന്നത് അല്ലേ. How many items given in the box below are secreted in renal tubule? ഏതൊക്കെ സെക്രീറ്റ് ചെയ്യും? നമ്മുടെ NCERT പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ അയോൺ, പൊട്ടാസ്യം അയോൺ ആൻഡ് അമോണിയ അല്ലേ. എന്നാൽ ചില പ്രത്യേക കണ്ടീഷനിൽ എന്താണ് ആസിഡ് ബേസ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ബൈകാർബണേറ്റും സെക്രീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ 1, 2, 3, 4 അപ്പോൾ 1. അടുത്തത്, കപ്പാസിറ്റി ഓഫ് കോൺസെൻട്രേറ്റിംഗ് ദി യൂറിൻ ഇൻ ഹ്യൂമൻ ഈസ് ലാർജ്ലി റിലേറ്റഡ് ടു എന്താണ് ഡിസർട്ട് ആനിമൽസിലെല്ലാം വാട്ടർ കൺസർവേഷൻ വളരെ ആവശ്യമുണ്ട്. അപ്പോൾ അവരുടെ നീളമുള്ള എന്താണ് ലൂപ്പോഫനിലായിരിക്കും അല്ലേ. അതുകൊണ്ട് എന്താണ് ലെങ്ത് ഓഫ് ദി ലൂപ്പോഫനിൽ. അടുത്തത് എന്താണ് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് കീറ്റോൺ ബോഡീസ് ഇൻ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസിന് ഗ്ലൈക്കോസൂറിയ, കീറ്റോണിൻ്റെ പ്രസൻസിന് കീറ്റോനൂറിയ. ഇറ്റ് ഈസ് ദി ഇൻഡിക്കേറ്റീവ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലേ. അടുത്തത്, ഇൻ ഹ്യൂമൻ കിഡ്നി ദി കോർട്ടക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ മെഡുലറി പിരമിഡാസ് റീനൽ കോളം ആർ കോൾഡ് കോളം ഓഫ് ബർട്ടിനി അല്ലേ. കോളം ഓഫ് ബർട്ടിനി നമുക്കറിയാം അല്ലേ. അടുത്തത്, അക്കോർഡിംഗ് ടു ദിസ് ഐഡി ഫിലമെന്റ് തിയറി ഓഫ് മസിൽ കോൺട്രാക്ഷൻ എന്ത് സംഭവിക്കുന്നു? മസിൽ കോൺട്രാക്ഷൻ്റെ സമയത്ത് എന്താണ് ഫിലമെൻസിൻ്റെ നീളത്തിൽ യാതൊരു വ്യത്യാസവും വരാതെ തിക്ക് ഫിലമെൻസിനെ സ്ലൈഡ് ഓവർ ചെയ്തിങ്ങനെ മൂവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നോക്കൂ, തിക്ക് ഫിലമെൻറ്റ് സ്ലൈഡ് ഓവർ തെറ്റ്, തിൻ ഫിലമെൻറ്റ് സ്ലൈഡ് ഓവർ ദി തിക്ക് ഫിലമെൻറ്റ് ശരി അല്ലേ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്കെൽറ്റൽ മസിൽ ഫൈബർ? എക്സൈറ്റബിലിറ്റി ശരിയാണ്, കോൺട്രാക്ടിലിറ്റി ശരിയാണ്, എക്സ്റ്റെൻസിബിലിറ്റി ശരിയാണ്, ഓട്ടോണമിക് റെഗുലേഷൻ തെറ്റാണ് അല്ലേ. അപ്പോൾ അതാണ് ആൻസർ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗിവൺ പാർട്ട് ഓഫ് ദി ഹ്യൂമൻ സ്കെൽട്ടൻ? 9th and 10th pairs of ribs are called vertebrosternal rib. ആണോ? വെർട്ടിബ്രോ കോണ്ടർ റിബ്സ് എന്നാണ്. ഫസ്റ്റ് വെർട്ടിബ്ര ഈസ് അറ്റ്ലസ് വിച്ച് ആർട്ടിക്കുലേറ്റ് വിത്ത് ഓസിപ്പിറ്റൽ കൊണ്ട് ശരിയല്ലേ? ശരിയാണ്. ഈച്ച് പെൽവിക് ഗൈഡിൽ കംപ്രൈസസ് 1 clavicle. പെൽവിക് ഗൈഡിനകത്ത് ക്ലാവിക്കളും സ്കാപ്പുലയും ഉണ്ടോ? ഇല്ല, പെക്ടറൽ ഗൈഡിലാണ്. നമ്പർ ഓഫ് സേക്രൽ വെർട്ടിബ്ര ആർ 5 ഇൻ ബോത്ത് അഡൽട്ട് ആൻഡ് അല്ല, അഡൽട്ടിൽ 5, ഫീറ്റസിൽ 5, അഡൽട്ടിൽ 1 അല്ലേ. അടുത്തത്
റീഡ് ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഈച്ച് കോക്സൽ ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പെൽവിക് ഗഡിലെ ഓരോ ബോണിനെയും പറയുന്നതാണ് കോക്സൽ ബോൺ. ഇൻ ഹ്യൂമൻ ഈസ് ഫോംഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് ഇലിയം, ഇസ്കിയം, പ്യൂപ്പിസ്. ശരിയല്ലേ? ശരിയാണ്. ദി ടു ഹാഫ് ഓഫ് ദി പെൽവിക് ഗൈഡിൽ മീറ്റ് ടുഗദർ ബൈ മീൻസ് ഓഫ് ഫൈബ്രോകാർട്ടിലേജ്. ഇവിടെ ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് കറക്റ്റ്. ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്തത് മാച്ച് ദി ഫോളോയിങ്. നോക്കൂ, ഗ്ലൈഡിങ് ജോയിൻ്റ് എന്താണ്? ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈഡിങ് ജോയിൻ്റ് അത് കാർപ്പൽസിലും ടാഴ്സലിലും കാണുന്നതാണ് അല്ലേ? ബിറ്റ്വീൻ ദി കാർപ്പൽ അല്ലേ? 2. ബി ഹിഞ്ച് ജോയിൻ്റ് എവിടെയാണ്? നീ ജോയിൻറ്റും എൽബോ ജോയിൻറ്റുമാണ്. അപ്പോൾ ബിറ്റ്വീൻ ദി ഫീമർ ആൻഡ് ടിബിയ അല്ലേ? അടുത്തത് പിവറ്റ് ജോയിൻ്റ് സാധാരണ കാണുന്ന അറ്റ്ലസിനും ആക്സിസിനും ഇടയ്ക്കാണ് അല്ലേ? നോക്കൂ, അപ്പോൾ 4. മനസ്സിലായില്ലേ? ഇനി ഡി ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എവിടെയാണ്? ഷോൾഡർ ജോയിൻ്റ് ആൻഡ് ഹിപ്പ് ജോയിൻറ്റ്. അപ്പോൾ എന്താണ്? 1 അല്ലേ? 2, 3, 4, 1 ഏതാണ്? 4. അടുത്തത് ബോൺ നോട്ട് അസോസിയേറ്റ് വിത്ത് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ അല്ലാത്തത് ഏതാണ്? അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ ഉള്ളത് ഏതാണെന്ന് നോക്കാം നമുക്ക്. ഏതാണ്? ഫിബുല, പറ്റല്ല, ഫീമർ. അപ്പോൾ ഇതാണ് ശരി അല്ലേ? സ്റ്റേണം ആക്സിൽ സ്കെൽട്ടനാണ്. ഡ്യൂറിങ് ദി കോൺട്രാക്ഷൻ ഓഫ് ബൈസപ്പ് മസിൽ ഏതാണ്? സ്കെൽട്ടൻ മസിലാണ്. സ്കെൽട്ടൻ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ എന്താണ് നടക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് അനൈസോട്രോപിക് ബാൻഡ് ഡിക്രീസ്. ഒരിക്കലും എന്താണ്? അനൈസോട്രോപിക് ബാൻഡിൻ്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നില്ല. അൺചേഞ്ച്ഡ് എന്നാണ് പറയുന്നത്. എ ബാൻഡ് അൺചേഞ്ച്ഡ് അല്ലേ? അനൈസോട്രോപിക് ബാൻഡ് എ ബാൻഡ് അൺചേഞ്ച്ഡ്. അപ്പോൾ ഇത് തന്നെയാണ് എന്താണ്? നടക്കാത്തത്. ബാക്കിയുള്ളതെല്ലാം നടക്കുന്നുണ്ട്. എച്ച് സോൺ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ഐസോട്രോപിക് ബാൻഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, എന്താണ്? സാർക്കോമിയറും ഷോർട്ടാകുന്നുണ്ട് അല്ലേ? അടുത്തത് ഓൾ ഓഫ് ദി ഫോളോയിങ് റീജിയൻ ഓഫ് ഹ്യൂമൻ ബോഡി ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? സെയിം നമ്പർ ഓഫ് ബോൺ എക്സെപ്റ്റ്. നോക്കൂ, ഫേഷ്യൽ റീജിയനിൽ എന്താണ്? 14 ബോണ്. ഫലാഞ്ചസ് ഇൻ ഈച്ച് ലിംബ് 14. നമ്പർ ഓഫ് ടാഴ്സൽ ഇൻ ലോവർ ലിംബ് ലിംസ് ആണ്. അപ്പോൾ 7 14. നമ്പർ ഓഫ് കാർപ്പൽസ് ഇൻ അപ്പർ ലിംസ് 8 16. അപ്പോൾ ഏതാണ് ഉത്തരം? 4. ഇങ്ങനെ എഴുതി നോക്കണം. എഴുതി നോക്കിയിട്ട് വേണം ഉത്തരം കണ്ടുപിടിക്കുക. റെഡ് മസിൽ ഫൈബേഴ്സ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം വൈറ്റ് മസിൽ. റെഡ് മസിൽസിന് മയോഗ്ലോബിൻ കൂടുതലുണ്ട്, വൈറ്റ് മസിൽസിന് മയോഗ്ലോബിൻ കുറവ്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം റെഡ് മസിൽ എന്താണ്? കുറവ്. പക്ഷേ വൈറ്റ് മസിൽ എന്താണ്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? ലേറ്റർ ഹാവ്. ഏതാണ്? വൈറ്റ് മസിൽ ഹാവ് ലാർജ് നമ്പർ ഓഫ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്തത് ലോക്കോമോഷൻ ഇൻ ഹ്യൂമൻ റിക്വയർ എ പെർഫെക്റ്റ് കോർഡിനേറ്റഡ് ആക്ടിവിറ്റി. ഏതൊക്കെയാണ്? മസ്കുലർ സിസ്റ്റം, ന്യൂറൽ സിസ്റ്റം, സ്കെൽട്ടൺ സിസ്റ്റം അല്ലേ? 3ഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ ABC അല്ലേ? 3. സെലക്ട് ദി ഓഡ് വൺ എമംഗ് ദി ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു പെയർഡ് സ്കൾ ബോൺ വിത്ത് പെയർഡ് സ്കൈഗോമാറ്റിക് പെയർഡാണ്, ലാക്രിമൽ പെയർഡാണ്, നെയ്സൽ പെയർഡാണ്. പക്ഷേ സ്പീനോയിഡ് അൺപെയർഡാണ്. അൺപെയർഡ് അല്ലേ? ഓഡ് വൺ. അപ്പോൾ ഇത് അൺപെയർഡ്. അപ്പോൾ സ്പീനോയിഡ്. അടുത്തത് കംപ്ലീറ്റ് ദി അനലോഗി ബൈ ചൂസിങ് എ കറക്റ്റ് ഓപ്ഷൻ വിത്ത് റെഫറൻസ് ടു ലോക്കോമോട്ടറി സ്ട്രക്ചർ. പാരമീസിയം സീലിയ ഉപയോഗിച്ചാണ് പാരമീസിയം മൂവ് ചെയ്യുന്നത്. ഹൈഡ്രയോ ടെൻഡക്കിൾസ് ഉപയോഗിച്ച് നമുക്കറിയാവുന്നതല്ലേ. അടുത്തത് കംപ്ലീറ്റ് ദി അനലോഗി ബൈ ചൂസിങ് ദി അത് നമ്മൾ പറഞ്ഞു. അടുത്തത് ആക്ടിവിറ്റി ഡസ് നോട്ട് റിക്വയർ സ്കെൽട്ടൻ മസിൽ ഫങ്ഷൻ ഫോർ ലോക്കോമോഷൻ ഈസ് എന്താണ്? നോക്കൂ, ഇൻഡസ്ട്രിയിൽ എന്താണ്? ഫുഡ് പാസ് ചെയ്യുന്നതിന് സ്കെൽട്ടൻ മസിൽസ് ആണോ പ്രവർത്തിക്കുന്നത്? അല്ല, സ്മൂത്ത് മസിൽസ് ആണ്. സ്മൂത്ത് മസിൽ. അപ്പോൾ ഇതല്ലേ ഉത്തരം? ശരിയല്ലേ? അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സ്റ്റോർ ഹൗസ് ഓഫ് കാൽസ്യം ഏതാണ്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെം ഏതാണ്? മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? ഫോർ ബ്രെയിൻ. അടുത്തത് സോഡിയം പൊട്ടാസ്യം പമ്പ് മെയിൻറ്റെയിൻ ദി അയോണിക് ഗ്രേഡിയൻ്റ് അക്രോസ് ദി മെംബ്രെയിൻ റെസ്റ്റിംഗ് ന്യൂറോൺ ബൈ എന്താണ്? 3 സോഡിയത്തെ പുറത്തേക്ക് വിടുമ്പോൾ 2 പൊട്ടാസ്യത്തെ അകത്തോട്ട് വിടണം. അതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ പമ്പിങ് ഓഫ് 3 സോഡിയം ഔട്ട്സൈഡ് ദി സെൽ ആൻഡ് 2
പൊട്ടാസ്യം ഇൻസൈഡ് ദി സെൽ. അപ്പോൾ പോളറൈസ്ഡ് കണ്ടീഷൻ ആവുന്നത് അല്ലേ. ഹ്യൂമൻ ബ്രെയിൻ ഈസ് കവേർഡ് ബൈ ഏതൊക്കെയാണ്? പിയ മാറ്റർ, അരക്നോയിഡ് മെമ്പറി, ഡ്യൂറാ മാറ്റർ. ഫ്രം ഔട്ട്സൈഡ് ഡ്യൂറാ മാറ്റർ, അരക്നോയിഡ് മെംബ്രെയിൻ, പിയ മാറ്റർ. CBA കണ്ടോ. അടുത്തത് നെർവ് ഇമ്പൾസ് ഈസ് ഓൾസോ ടേംഡ് ആസ് ആക്ഷൻ പൊട്ടൻഷ്യൽ. എല്ലാവർക്കും അറിയാം അല്ലേ. ഹൈപ്പോതലാമസ് ഹാസ് സെൻറ്റേഴ്സ് ഫോർ ഓൾ ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റ് ഹങ്കർ ഉണ്ട്, തേഴ്സ്റ്റ് ഉണ്ട്, തെർമോറഗുലേഷൻ ഉണ്ട്, ഗ്യാസ്ട്രിക് സെക്രീഷൻ ഇല്ല. അത് മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷനാണ് അല്ലേ. അടുത്തത് സെലക്ട് ദി മിസ്മാച്ച് ആംഫിയോക്സസ് പ്രോട്ടോനെഫ്രിയ ശരിയാണ്, ഫെരറ്റിമ നെഫ്രിഡിയ ശരിയാണ്, പെരിപ്ലാനിറ്റ കോക്രോച്ച് ഫ്ലെയിം സെല്ലാണോ അല്ല, മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അപ്പോൾ ഇതാണ് ഉത്തരം. ഇതുമൊക്കെ ശരിയാണ് അല്ലേ. അടുത്തത് യൂറീമിയ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി അക്യുമുലേഷൻ ഓഫ് എന്താണ് യൂറിയ ഇൻ ദി ബ്ലഡ്. അപ്പോഴാണ് നമ്മൾ ഡയാലിസിസ് നടത്തുന്നത് അല്ലേ. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോർമോൺ ഡസ് നോട്ട് ലീഡ് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം. റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയത്തിന് ആൾഡോസ്റ്റിറോൺ ആണ് ആവശ്യം അല്ലേ. വാട്ടർ അബ്സോർബ് ചെയ്യുന്നതിന് ADH വേണം. ഇത് എന്താണ് ആൾഡോസ്റ്റിറോൺ പ്രവർത്തിക്കണമെങ്കിൽ റെനിനും വേണം. അപ്പോൾ ഇത് എന്താണ് ഇതുമായിട്ട് ബന്ധമില്ല അല്ലേ. പ്രഷർ കുറയ്ക്കുന്നത് മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലേ. അതാണ് ഉത്തരം. ആൻ ഇമ്പോർട്ടൻറ്റ് സെക്രീറ്ററി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്താണ്? സ്റ്റീറോൾ അല്ലേ. അടുത്തത് In human, a comparison of the volume of the glomerular filtrate formed per day with that of urine released per day suggests that approximately നോക്കൂ 180 ലിറ്റർ ആണ് എന്താണ് പെർ ഡേ അല്ലേ. അതേസമയം 1.5 ലിറ്റർ മാത്രമാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 99% എന്താണ് റീഅബ്സോർബ് ചെയ്യപ്പെടും അല്ലേ. അടുത്തത് നോക്കൂ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മേ നോട്ട് ബി കൺസിഡേർഡ് ആസ് ദി പ്രോപ്പർട്ടി ഓഫ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് എനിൽ. നോക്കൂ ഇത് പെർമിയബിൾ ടു വാട്ടർ ആണോ? ഇംപെർമിയബിൾ ടു വാട്ടർ അല്ലേ. ഇംപെർമിയബിൾ. ഫിൽട്രേറ്റ് ബിക്കം ഹൈപ്പോട്ടോണിക് അല്ലേ. ഇറ്റ് ഈസ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ് ലൈക്ക് സോഡിയം ആൻഡ് ക്ലോറൈഡ്. പക്ഷേ ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ അല്ലേ. തെറ്റാണത് അല്ലേ. ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ. അസെൻഡിങ് ലിംബ് പെർമിയബിൾ അല്ല, സോൾട്ടിനാണ് പെർമിയബിൾ. അസെൻഡിങ് ലിംബ് അല്ലേ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അടുത്തത് in human scapula is a triangular bone situated between the second and the seventh ribs അല്ലേ. അടുത്തത് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ വിത്ത് റെഫറൻസ് ടു കമ്പോണൻസ് ഓഫ് റിബ് കേജ്. റിബ് കേജിൽ ഏതൊക്കെയാണ്? തൊറാസിക് വെർട്ടിബ്ര, റിബ്സ് ആൻഡ് സ്റ്റേണം. അടുത്തത് ചൂസ് ദി കറക്റ്റ് പെയർ വിത്ത് റെഫറൻസ് ടു ഡിസോർഡർ. നോക്കൂ ഏതാണ്? ടെറ്റനി, റാപ്പിഡ് സ്പാസം ഇൻ ദി മസിൽ ഡ്യൂ ടു ലോ കാൽസ്യം ലെവൽ അല്ലേ. അത് ശരിയാണ്. ഗൗട്ട് എന്താണ്? യൂറിക് ആസിഡ് ക്രിസ്റ്റലൈസ് ആണ്. ഇത് എന്താണ്? ഇൻക്രീസ്ഡ് ബോൺ മാസ് അല്ല, ഡിക്രീസ്ഡ് ബോൺ മാസ് ആണ്. മസ്കുലർ ഡിസ്ട്രോഫി, ഡീജനറേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഉള്ളി അല്ലേ. സ്മൂത്ത് മസിൽസ് അല്ല, സ്ട്രൈറ്റഡ് മസിൽസ്. അടുത്തത് റെഗുലേറ്ററി പ്രോട്ടീൻ ഏതാണ്? മസിൽ കോൺട്രാക്ഷൻ്റെ ട്രോപ്പോമയോസിൻ ആൻഡ് ട്രോപ്പോണിൻ. കാരണം ട്രോപ്പോണിൻ മാറുമ്പോഴാണ് ബൈൻഡിങ് സൈറ്റ് റിലീസ് ചെയ്യപ്പെടുന്നത്. അവിടെയാണ് എന്താ മയോസിൻ്റെ ഹെഡ് ബൈൻഡ് ചെയ്യുന്നത്. ആ ട്രോപ്പോണിൻ ഇരിക്കുന്ന എവിടെയാണ്? ട്രോപ്പോമയോസിനിലാണ്. അപ്പോൾ ട്രോപ്പോമയോസിനും ട്രോപ്പോണിനുമാണ് റെഗുലേറ്ററി പ്രോട്ടീൻ എന്ന് പറയുന്നത് മസിൽ കോൺട്രാക്ഷൻ്റെ അല്ലേ. അടുത്ത നിസൽ ഗ്രാനുൾസ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ന്യൂറോണിലാണ്. ന്യൂറോണിൻ്റെ സൈറ്റോൺ എന്താണ്? സെൽ ബോഡി ഓഫ് ഹ്യൂമൻ ബൈപോളാർ ന്യൂറോൺ. എല്ലാ ന്യൂറോണിൻ്റെയും സൈറ്റോണിലും ഡെൻഡ്രൈറ്റ്സിലുമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതാണ് ശരി. നോക്കൂ അടുത്തത് സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആക്സോണൽ മെംബ്രെയിൻ ഈസ് മോർ പെർമിയബിൾ ഫോർ പൊട്ടാസ്യം ദാൻ സോഡിയം ഡ്യൂറിങ് റെസ്റ്റിംഗ് ഫേസ് അല്ലേ. പൊട്ടാസ്യത്തിനാണ് പെർമിയബിലിറ്റി കൂടുതൽ. അത് ശരിയാണ്. ഓൾഫാക്ടറി നെർവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹിയറിംഗ് അല്ല, ടേസ്റ്റുമായിട്ടാണ് ബന്ധം. പ്രസൻസ് ഓഫ് മൈലിൻ ഷീത്ത് ഡിക്രീസസ് അല്ല, ഇൻക്രീസസ് അല്ലേ. നോക്കൂ എ ട്രാക്ട് ഓഫ് നെർവ് ഫൈബർ ദാറ്റ് കണക്ട് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ ഈസ് കോൾഡ് കോർപ്പറ ക്വാഡ്രിഗ്മേന അല്ല, അത് എന്താണ്? മിഡ് ബ്രെയിൻ ആണ്. കോർപ്പസ് കലോസമാണ് അല്ലേ. കോർപ്പസ് കലോസം. അപ്പോൾ ഇതാണ് ഉത്തരം അല്ലേ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എല്ലാം ശരിയാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.